السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, മയ്യിത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പഠന ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കുന്നത്. ഒരു മുസ്ലിമായ ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള മുസ്ലിമീങ്ങൾക്ക് അവൻ്റെ മേൽ ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളെക്കുറിച്ച് വിശദീകരിക്കുന്ന പഠനമാണ് യഥാർത്ഥത്തിൽ മയ്യിത്ത് പരിപാലന പഠനം. അഥവാ നാം ഈ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും യഥാർത്ഥത്തിൽ അത് നമ്മളല്ലാത്ത മറ്റൊരാൾക്ക് വേണ്ടി ഉപകരിക്കാനായിരിക്കും ഒന്നാമതായിട്ട്. രണ്ടിത് പഠിക്കുന്നതും അതുപോലെ തന്നെ ഇത് മറ്റൊരാൾക്ക് വേണ്ടി നാം ചെയ്തു കൊടുക്കുന്നതുമെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വലിയ പ്രതിഫലാർഹമായ ഒരു കാര്യം കൂടിയാണ്. അഹ്കാമുൽ ജനായിസുമായി ബന്ധപ്പെട്ട്, മയ്യിത്തിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. പത്രത്തിൽ ആധുനികരായ ചില ഉലമാക്കൾ രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കിയാണ് ഇൻഷാ അല്ലാഹ് നമ്മളിത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആമുഖമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മയ്യിത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ അഹ്കാമുകളെല്ലാം തന്നെ മയ്യിത്തിനോടുള്ള പൂർണ്ണമായ ആദരവ് പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മയ്യിത്തിന് ആദരവുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ അഹ്കാമുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് സഹോദരങ്ങൾ അതിൻ്റെ ഓരോ മർഹലയിലും ഓരോ ഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മയ്യിത്ത് പരിപാലന പഠനത്തിൽ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് മർഹലത്തുൽ ഇഹ്തിദാറാണ്. മരണാസന്നമായ ആ ഒരു ഘട്ടമാണ് ആദ്യമായി പഠിപ്പിക്കുന്നത്. ഒരു വ്യക്തി ഒരു വേള ദീർഘകാലം രോഗബാധിതനായി മരണാസന്ന വേളയിൽ കിടന്നുകൊണ്ട് മരിക്കാം. അങ്ങനെ മരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ വേറെ ചിലർ പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ രോഗം വന്ന് അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അപകടം സംഭവിച്ച് മരണപ്പെടാറുമുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത്, മരണാസന്നമായി കിടക്കുന്നതില്ല ദൈർഘ്യമോ അതിൻ്റെ ദൈർഘ്യക്കുറവോ ഒന്നും തന്നെ ഒരാളുടെ ഖൈറോ ഷർറോ ഒന്നും തന്നെ അറിയിക്കുന്നില്ല. മറിച്ച് അതൊരാളുടെ ഈമാനുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അജബൻ ലി അംരിൽ മുഅ്മിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവൻ്റെ കാര്യം അത്ഭുതകരമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവൻ എല്ലാ കാര്യങ്ങളും ഖൈർ തന്നെയാണ്. ഇന്ന അസാബത്ഹു ദർറാ, അവനൊരു പ്രയാസം സംഭവിച്ചു, സബറ ഫകാന ഖൈറല്ല, അതിൽ ക്ഷമിച്ചാൽ അവനതിൽ ഖൈറുണ്ട്. വൈൻ അസാബത്ഹു സറാ ശകറ ഫകാന ഖൈറല്ല, അവനൊരു അനുഗ്രഹം ഉണ്ടായി, അതിലവൻ ക്ഷമിച്ചാൽ, അതിലവൻ നന്ദി കാണിച്ചാൽ അള്ളാഹു അവനത് ഖൈറായി മാറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ദീർഘകാലം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ടിട്ടാണ്, ഒരുപാട് കാലം കിടന്നിട്ടാണ് മരിക്കുന്നതെങ്കിൽ, ഈമാനുള്ള ഒരാളാണെങ്കിൽ അത്രയും കാലം അവന് പ്രതിഫലാർഹമായ കാലഘട്ടം തന്നെയാണ്. അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങളൊക്കെ പുറത്തു കിട്ടാനുള്ള ഒരു മാർഗം കൂടിയാണിത്. ഒരുപാട് വേദനകൾ തിന്ന് മരിക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് മരണക്കിടക്കയിൽ കിടന്ന് മരിക്കുന്ന ആളുകളെ കാണാനുണ്ട്. അല്ലാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ചുകൊണ്ടാണ്, വിശ്വാസം വളരെ കൃത്യമായി കൊണ്ടാണ് അവൻ ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ പ്രയാസങ്ങൾക്കെല്ലാം തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം അവന് നൽകുന്നതാണ്. എന്നാൽ വേറെ ചിലർ നമുക്ക് കാണാൻ സാധിക്കും, അവർ പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണ്. ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു രോഗം ഉണ്ട് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ മരിച്ചു പോകുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ അതും ഒരാളുടെ ഒരു ദുശകുനമായിട്ടോ അല്ലെങ്കിൽ അയാൾക്കതൊരു മോശമായിട്ടോ ഒന്നും ധരിക്കേണ്ട കാര്യമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മഹാനായ സഹാബി ഇബ്നു മസ്ഊദും അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയെല്ലാം ഉദ്ധരിക്കുന്ന സ്വഹീഹാണെന്ന് ഉലമാക്കളിൽ ചിലർ പറഞ്ഞിട്ടുള്ള ഒരു റിവായത്തിൽ കാണാം, ഇന്ന മൗതൽ ഫജ്അതി റഹ്മത്തുൻ ബിൽ മുഅ്മിൻ വ അഖ്ദതു ആസിഫിൻ അലൽ ഫാജിർ. പെട്ടെന്നുള്ള മരണം എന്ന് പറയുന്നത് അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് കാരുണ്യമാണ്. എന്നാൽ ഒരു തെമ്മാടിയെ സംബന്ധിച്ചിടത്തോളം അവന് ഖേദമുണ്ടാക്കുന്ന ഒരു പിടുത്തം കൂടിയാണ് എന്നാണ്.
അള്ളാഹനെ മറന്ന് ജീവിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയൊരു ശിക്ഷയാണ് അവൻ പെട്ടെന്ന് മരിച്ചു പോകുക എന്നുള്ളത്. അവൻ തൗബ ചെയ്യാനുള്ള അവസരം കിട്ടുന്നില്ല. പെട്ടെന്നുള്ള അപകടത്തിൽ അത്തരത്തിലുള്ള തെമ്മാടികളായ ആളുകൾ മരിച്ചു പോകുമ്പോൾ അവർക്കൊന്നും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. മറ്റേത് രോഗശയ്യയിൽ കിടക്കുമ്പോൾ അവനൊരു അവസരം പിന്നീടുണ്ട്. അവൻ തൗബ ചെയ്യാൻ, ചിന്തിക്കാൻ അതൊരു ഇടയായേക്കാം. പക്ഷെ പെട്ടെന്ന് മരിച്ചു പോകുന്ന സമയത്ത് അവനൊന്നിനും വകയില്ല. അവൻ ആ അവസ്ഥയിൽ മരിച്ചു പോകുകയാണ്. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഹറാമുകൾ ആസ്വദിക്കുന്ന വേളയിലൊക്കെ മരണപ്പെട്ടു പോകുന്ന വാർത്തകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തെമ്മാടികളെ പിടിക്കുന്ന ഒരു പിടുത്താണ്. എന്നാൽ വിശ്വാസമുള്ള ഒരാൾക്കാണ് അത്തരത്തിൽ അപകടങ്ങളോ മറ്റോ സംഭവിക്കുന്നതെങ്കിൽ പറഞ്ഞതുപോലെ ഇന്ന മൗത്തൽ ഫുജ്അതി റഹ്മത്തുൻ ബിൽ മുഅ്മിൻ, മുഅ്മിൻ ഒരു കാരുണ്യം തന്നെയാണ്. കാരണം ഒരുപാട് മരണാസന്നമായി കിടക്കേണ്ട അവസ്ഥയൊന്നും അവനുണ്ടാകുന്നില്ല. രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് ദീർഘകാലം കിടക്കയിൽ കിടക്കേണ്ട അവസ്ഥയൊന്നും അവനുണ്ടാകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് തന്നെ അവൻ എന്ത് ചെയ്യാണ്, മരിപ്പിക്കുകയാണ്. അപ്പം ഏത് നിലക്ക് നോക്കിയാലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഖൈർ തന്നെയാണ്. അവൻ ഒരുപാട് കാലം കിടന്നിട്ട് മരിച്ചാലും ശരി, പെട്ടെന്ന് മരിച്ചാലും ശരി, അവൻ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഈമാനുള്ള ഒരുവനാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് ഖൈർ തന്നെയാണ് എന്നാണ്. പിന്നീട് പണ്ഡിതന്മാർ അവിടെയുള്ള അത്തരം മരണാസന്നമായി കിടക്കുന്ന വ്യക്തികളുടെ അടുക്കലേക്ക് നമ്മൾ എത്തിയാലുള്ള ചില അഹ്കാമുകൾ പറയാണ്. അവർ പറയുന്നു, യുസ്തഹബു ഇൻദ ഇഹ്തിലാരിൽ മർഇ അൻ യുഖ്റഅ ഇൻദഹു ആയാതി മിൻ കിതാബില്ലാഹി അസ്സ വജൽ. മരിക്കാൻ കിടക്കുന്ന ആളുകളുടെ അടുക്കലേക്ക്, മരണാസന്നമായി കിടക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കുക എന്നുള്ളത്, ഖുർആൻ അവരുടെ അടുക്കൽ വെച്ച് ഓതി കൊടുക്കുക എന്നുള്ളത് മുസ്തഹബായിട്ടുള്ള, സുന്നത്തായിട്ടുള്ള കാര്യമാണ്. ചില ഹദീസിൽ കാണാം, ഈ ഹദീസിന്റെ റിവായത്ത് ചില പണ്ഡിതന്മാർ ദുർബലതയുണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇഖ്റഉ അലാ മൗതാകും സൂറത്ത യാസീൻ, മരണാസന്നമായി കിടക്കുന്ന ആൾക്ക് സൂറത്തു യാസീൻ പാരായണം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഹദീസ് പല ഉലമാക്കളും ദുർബലമാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് സൂറത്തു യാസീൻ പ്രത്യേകമായി ഓതുന്നതിനെ കുറിച്ച് വന്നിട്ടുള്ളതാണ് ഈ ഹദീസ്. അതല്ല എങ്കിൽ മുൻഗാമികളിൽ പലരും, അതുപോലെ തന്നെ ഉലമാക്കളായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല, ആധുനിക പണ്ഡിതന്മാരിൽപ്പെട്ട ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ല പോലെയുള്ള പണ്ഡിതന്മാരെല്ലാം തന്നെ മരണാസന്നമായി കിടക്കുന്ന വ്യക്തിക്ക് ഖുർആൻ പാരായണം ചെയ്ത് കൊടുക്കുന്നതിൽ അവന് വലിയ ഖൈറുണ്ട് എന്നാണ്. പ്രത്യേകിച്ചും അതിൻ്റെ അർത്ഥവും മറ്റുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളാണെങ്കിൽ ആ ഖിറാഅത്ത് കേൾക്കുന്ന വേളയിൽ അവന് വലിയ സന്തോഷവും ആശ്വാസവും ഒക്കെ ഉണ്ടാകും. കാരണം ഖുർആൻ ശിഫയാണ്. അപ്പോൾ ആ നിലക്ക് അവന് ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കുക അതൊരു റുഖയാണ്, ആളുകൾക്കുള്ള ചികിത്സയാണ്. ദുഃഖവും വ്യസനവുമുള്ള ആളുകൾക്കുള്ള അതിന് സന്തോഷമാണ് ഖുർആൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലക്ക് അവന് ഖുർആൻ കേൾപ്പിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ ഖൈറായ കാര്യമാണ്. എന്നാൽ ഈ ഹദീസ് ഉപയോഗിച്ചുകൊണ്ട് സൂറത്തു യാസീനിനെ പ്രത്യേകമായി ഓതി കൊടുക്കുക എന്നുള്ളതിന് തെളിവില്ല. കാരണം ഈ ഹദീസ് സ്വഹീഹല്ല എന്നുള്ളതാണ്. വിശിഷ്യ പ്രത്യേകിച്ചും അത് മരണപ്പെട്ടതിന് ശേഷം ഓതി കൊടുക്കുന്നത് ബിദ്അത്താണ് എന്നാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് സ്വഹീഹാണെങ്കിൽ തന്നെ ഇഖ്റഉ അലാ മൗതാകും, മരണാസന്നമായി കിടക്കുന്ന ആളുകൾക്ക് ഓതി കൊടുക്കുക എന്നാണ്. മരിച്ച വീട്ടിൽ പോയി അവിടെ സൂറത്തു യാസീൻ പാരായണം ചെയ്യുക എന്നുള്ളത് അത് ബിദ്അത്താണ്. മരിച്ച വീട്ടിൽ പോയി സൂറത്തു യാസീൻ, അങ്ങനെ ഒരു ചടങ്ങായി അവിടെ പോയി സൂറത്തു യാസീൻ പാരായണം ചെയ്യുക എന്നുള്ളത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാവുന്നതല്ല. ഹദീസ് സ്വഹീഹല്ല. സ്വഹീഹാണെങ്കിൽ തന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണാസന്നമായി കിടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ പാരായണം ചെയ്യുക എന്നത് മാത്രമാണ്. എന്നാൽ അത് ഖുർആൻ ഓതി പാരായണം ചെയ്താൽ മെയ്യത്തിന് പ്രതിഫലം കിട്ടുമോ ഇല്ലേ, അത് മറ്റൊരു മസ്അലയാണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള മറ്റൊരു മസ്അലയാണത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. ഇത് മരണാസന്നമായി ഇത് മരിച്ചു കഴിഞ്ഞ് ഉടനെ പോയി അവിടെ പാരായണം ചെയ്യുന്നത്, അതാണ് പണ്ഡിതന്മാർ ബിദ്അത്ത് എന്ന് പറയുന്നത്. രണ്ടും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, പിന്നീട് മരണാസന്നമായി കിടക്കുന്ന വ്യക്തിയുടെ അടുക്കലുള്ള സുന്നത്ത് എന്ന് പറയുന്നത് തൽഖീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലഖീനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളിൽ നിന്നും മരിക്കാൻ കിടക്കുന്ന ആ വ്യക്തികൾ, അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്തുകൊണ്ടാണ്? കാരണം അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, മൻ കാന ആഖിറു കലാമിഹി മിനദ് ദുനിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും ദുനിയാവിൽ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ്. തീർച്ചയായും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ വാക്ക് അത് അവൻ്റെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി അതിൻ്റെ നിബന്ധനകൾ പാലിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കണം. അതല്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ല ഇസ്ലാമിനോട് തന്നെ വിദ്വേഷം വെച്ച് പുലർത്തിയ മുനാഫിക്കുകൾ പോലും മദീനയിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്ക് ഉപകരിക്കുകയില്ല എന്നും അവർ നരകത്തിൻ്റെ അടിത്തട്ടിലാണെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മെ ഉണർത്തിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൻ്റെ താല്പര്യം മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തിയ ഒരാൾക്ക് അത് അവസാന സമയത്ത് പറയാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ
അത് വലിയ സന്തോഷ വാർത്ത അറിയിക്കുന്ന കാര്യം തന്നെയാണ്. അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ മരണാസന്നമായി കിടക്കുന്ന വ്യക്തിക്ക് രണ്ട് രൂപത്തിൽ ഈ തൽക്കീൻ ചെയ്തു കൊടുക്കാമെന്നാണ്. ഒന്നുകിൽ അവനോട് പറയാം, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്ന് അവനോട് പറയാവുന്നതാണ്. ഇനി അതല്ല എങ്കിൽ അവനെ കേൾപ്പിക്കുന്ന രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആരെങ്കിലും ചൊല്ലിക്കൊടുക്കുക. അത് കേട്ടിട്ട് അവൻ ചൊല്ലാൻ സാധിക്കും. ഇവിടെ പണ്ഡിതന്മാർ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് വളരെ പ്രയാസത്തിലുള്ള സമയമായിരിക്കും, ശരിക്ക് കേൾക്കണമെന്നോ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലായിരിക്കും. അവർ ഒരു തവണയെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നീട് നമ്മളത് ആവർത്തിക്കേണ്ടതില്ല എന്നാണ്. അവർ മറ്റു വല്ല സംസാരങ്ങളിലും അതിനുശേഷം മുഴുകിയിട്ടുണ്ടെങ്കിൽ അല്ലാതെ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം. കാരണം അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നതിന് വേണ്ടി. എന്നാലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒന്നും അയാൾ സംസാരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ തൽക്കീം ആവർത്തിക്കേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ മരണാസന്നമായി കിടക്കുന്ന വ്യക്തിയെ ഖിബലക്ക് നേരെ തിരിച്ചു കിടത്തുക എന്നുള്ളത് സുന്നത്താണ് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസമുള്ളൊരു മസ്അല തന്നെയാണ്. എന്നാൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ തന്നെ മഹാനായ സഹാബി ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചിലർ കാബയെക്കുറിച്ച് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, ഹിയ ഖിബ്ലതുകും അഹ്യാഅൻ വ അംവാത, അത് നിങ്ങളിലുള്ള ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയ ആളുകൾക്കും ഖിബലയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മരിക്കുന്ന വേളയിൽ അവൻ ഖിബലക്ക് നേരെ തിരിഞ്ഞിരിക്കാനാണ് ആ മരണാസന്നമായിട്ടുള്ള സമയത്ത് തന്നെ ഖിബലക്ക് നേരെ തിരിച്ചിരുത്തുന്നത് എന്ന് പണ്ഡിതന്മാർ പറയാൻ. വേറെ ചില ഉലമാക്കൾ, ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹു തആല, അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ അത് ശരിയല്ല, അങ്ങനെ സുന്നത്തില്ല എന്ന അഭിപ്രായവും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാരും ചില മുൻഗാമികളും ഒക്കെ ഇത് മുസ്തഹബാണ് എന്ന് തന്നെ സഹോദരങ്ങളെ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി അങ്ങനെ ഖിബലക്ക് നേരെ തിരിച്ചു കിടത്തുന്ന സമയത്ത് എങ്ങനെയാണ് ആ കിടത്തേണ്ടത്? അത് അവർ പറയുന്നു, നമ്മൾ നിസ്കാരത്തിൽ ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് കിടന്ന് നിസ്കരിക്കാനുള്ള അനുവാദമുണ്ടല്ലോ. നിന്നിട്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ല, ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കിടന്ന് നിസ്കരിക്കാൻ പറ്റും. അങ്ങനെ കിടന്ന് നിസ്കരിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ നിസ്കാരമാണെങ്കിൽ അത് 3 രൂപത്തിലാണ്. ഒന്ന്, ഖിബലക്ക് നേരെ മുഖം തിരിച്ചുകൊണ്ട് അവൻ കിടക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? ഇവിടെ ഇത് ഖിബലയാണ്, നമ്മുടെ പുറകിൽ ഖിബലയാണ്. അപ്പോൾ ഈ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് അവൻ കിടക്കുന്നതായിരിക്കും. അവൻ്റെ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കും. അങ്ങനെ കാല് ഈ കിബിലയുടെ ഇടതു ഭാഗത്തുണ്ടാകും, തല കിബിലയുടെ വലതു ഭാഗത്തുണ്ടാകും, മുഖം കിബിലയിലേക്ക് തിരിയും. ഇതാണ് ഒരു രൂപം. ഇനി ഇതിന് സാധിക്കുന്നില്ല, ഒരാൾക്ക് വലതു ഭാഗത്ത് സാധിക്കുന്നില്ലെങ്കിൽ ഇടതു ഭാഗത്തേക്ക് തിരിയാം. ഇതിന് നേരെ വിപരീതം, തല ഇടതു ഭാഗത്തും കാല് വലതു ഭാഗത്തും, അങ്ങനെ തല മുഖം കിബിലയിലേക്ക് തിരിച്ചുകൊണ്ടുമായിരിക്കും. ഇത് രണ്ടും ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് കിടന്ന് നിസ്കരിക്കുന്ന രൂപം തല കിബിലക്ക് എതിർവശത്ത് കിടത്തിക്കൊണ്ട്, അഥവാ ഇവിടെ കാലുകൾ കിബിലക്ക് നേരെ നീട്ടിക്കൊണ്ട് തല എതിർവശത്ത് കൊണ്ട് കിടക്കുക എന്നുള്ളതാണ്. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, കിബിലക്ക് നേരെ കാല് നീട്ടിയിരിക്കുന്നതിൽ കറാഹത്തൊന്നുമില്ല. കാരണം നിസ്കാരം അത് ഇരുന്നു കൊണ്ടുപോലും നിസ്കരിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് കിടന്ന് നിസ്കരിക്കുമ്പോൾ കാല് കിബിലക്ക് നേരെ നീട്ടിയിട്ട് തന്നെയാണ് നിസ്കരിക്കുന്നത്. അപ്പം അതാണ് ആ രൂപം. ഇവിടെ മയ്യത്തിൻ്റെ വിഷയത്തിൽ ഇതേ രൂപത്തിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ ഇതേപോലെ പിന്തുടരണം എന്ന് പറഞ്ഞപ്പോൾ വേറെ ചില ഉലമാക്കൾ പറഞ്ഞു, മരിച്ച അല്ലെങ്കിൽ മരിക്കാൻ ആകുന്ന ആ അവസ്ഥയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ആദ്യത്തെ 2 രൂപവും അവർക്ക് പ്രയാസമാണ്. വലതുഭാഗത്തോ ഇടതുഭാഗത്തോ ഒന്ന് അവരെ കിടത്തുക എന്നുള്ളത് അത് അത്ര പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ മൂന്നാമത് പറഞ്ഞ ആ രൂപത്തിലേക്ക് കാല് കിബിലക്ക് നേരെ നീട്ടി തല എതിർവശത്താകുന്ന രൂപത്തിൽ അങ്ങനെ ബെഡിൽ കിടത്താൻ പറ്റുമെങ്കിൽ അത് സുന്നത്താണ്. സഹോദരങ്ങളെ, ഇതൊരാളുടെ വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങളില്ല എങ്കിൽ ഇത് യാതൊരു കുഴപ്പമില്ല, ഇത് സുന്നത്തായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസവുമുണ്ട് എന്ന് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഈ രൂപത്തിലാണ് സഹോദരങ്ങൾ അത് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഓരോന്നോരോന്നായി ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത്. അങ്ങനെ ആ വ്യക്തി അവിടുന്ന് മരണപ്പെടുകയാണ് എങ്കിൽ സഹോദരങ്ങളെ, മരണപ്പെട്ടാലുള്ള വാർത്തകൾ കേൾക്കുമ്പോഴുള്ള പ്രാർത്ഥനകൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പോലെയുള്ള ആളുകൾ, അവിടെയുള്ള ആളുകളാകട്ടെ അതല്ല ദൂര സ്ഥലത്ത് നിന്ന് കേൾക്കുന്നവരാകട്ടെ, എല്ലാവർക്കുമുള്ള ദുആയും മറ്റുമൊക്കെ അവിടെയുണ്ട്. ഇനി അവിടെ ഹാജരുള്ള ആളുകളാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറയാറുള്ളത് മരണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. കാരണം മരണം ഉറപ്പുവരുത്തുകയാണ്. കാരണം ചില അവസ്ഥകൾ മരണത്തോട് സാദൃശ്യമുള്ള അവസ്ഥകളുണ്ട്. അതുകൊണ്ടാണ് മരണം ഉറപ്പുവരുത്തണമെന്ന് പറയുന്നത്. അഥവാ പൂർണ്ണമായ അൽ മൗത്തുൽ കാമിൽ അല്ലാത്ത രൂപത്തിൽ അൽ മൗത്തു ദിമാഗി, ഒരാളുടെ തലച്ചോറ് മരിച്ചു പോകുക, അഥവാ കോമ സ്റ്റേജൊക്കെ പോലുള്ള ചില അവസ്ഥകൾ, അത് ഒരു സാധാരണക്കാരനിൽ മരിച്ചോ ഇല്ലേ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിരിക്കും. ചില ജീവൻ്റെ ചെറിയ തുടിപ്പുണ്ടാകും.
നമുക്ക് ബാഹ്യമായി കാണുമ്പോൾ അനക്കമൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ചില അടയാളങ്ങളെ കൊണ്ട് അതറിയുന്ന ആളുകൾക്കറിയാം. അതറിയാത്ത സമയത്താണ് നമ്മൾ ഡോക്ടറെയും മറ്റുമൊക്കെ വിളിച്ചുകൊണ്ട് അത് ഉറപ്പുവരുത്തുന്നത്. അപ്പം അങ്ങനെ മരണം ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ഇനി അവിടെ ഒന്നാമതായി ചെയ്യേണ്ടത് പണ്ഡിതന്മാർ പറയുന്നു, നേരത്തെ ഖിബിലക്ക് നേരെ തിരിച്ചു കടത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും ഖിബിലക്ക് നേരെ തിരിച്ചു കടത്തുക എന്നുള്ളതാണ്. ശേഷം ഇയാളുടെ കണ്ണ് തുറന്ന അവസ്ഥയിലാണുള്ളത് എങ്കിൽ ആ കണ്ണ് രണ്ടും അടച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അത് ആമുഖത്തിൽ പറഞ്ഞു, മയ്യത്തിന് ഇക്റാമ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ എല്ലാ മറഹലയിലും എല്ലാ ഘട്ടത്തിലും കാണും. കണ്ണ് തുറിച്ചു നോക്കുക എന്നുള്ള രൂപം ഒരാളുടെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി തോന്നുന്ന, അതല്ലെങ്കിൽ നല്ലതല്ലാത്ത രൂപത്തിൽ നമുക്ക് തോന്നുന്ന ഒരു രംഗമാണ്. അതുകൊണ്ട് അവരുടെ കണ്ണുകൾ അടച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സഹാബി അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട വേളയിൽ അവിടെ സന്ദർശിച്ചപ്പോൾ അവിടുന്ന് അഗ്മള ഐനൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കണ്ണുകളും കൺപോളകളും അവിടുന്ന് അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മയ്യത്തിനോടൊരു ഇഹ്തിറാമാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതേപോലെ സഹോദരങ്ങളെ, അതിനുശേഷം അവരുടെ വല്ല ഒരു തുണിയും മറ്റോ എടുത്തുകൊണ്ട്, കോട്ടൺ തുണിയോ മറ്റോ ഒക്കെ എടുത്തുകൊണ്ട് താടി കെട്ടിക്കൊടുക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. ഇതെന്തുകൊണ്ടാണ് ചെയ്യാൻ പറയുന്നത്? ഇത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, വായ തുറന്ന അവസ്ഥയിൽ കാണുക എന്നുള്ളത് ഒരു വികൃതമായ രൂപത്തിലേക്ക് ആളുകൾ തോന്നിപ്പിക്കുന്ന ഒന്നാണ്. പിന്നീട് ശേഷം നമുക്ക് കുളിപ്പിക്കാനും മറ്റുമൊക്കെ ഉണ്ട്. ആ അവസ്ഥയിലും താടി തുറന്ന അവസ്ഥയിലാണെങ്കിൽ വായിലൂടെ വെള്ളം അകത്തേക്ക് പ്രവേശിക്കാനും അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കാനും, പിന്നീട് വെള്ളം പുറത്തേക്ക് വരുന്ന ദ്വാരങ്ങളിലൂടെ മറ്റുമൊക്കെ പുറത്തേക്ക് വരുന്ന അവസ്ഥയൊക്കെ അത് ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെ മരിച്ച ആ വേളയിൽ തന്നെ, അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ താടി തലയുമായി കൂട്ടിക്കെട്ടിയാൽ ആ വായ തുറന്നു പോകുന്നത് ഇല്ലാതാകും. ആ രൂപത്തിൽ സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വയറിൻ്റെ മുകളിലും അല്പം ഭാരമുള്ള വല്ല കല്ലോ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു വസ്തുവോ അവിടെ കയറ്റി വെക്കുന്നതും നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വയറ് വീർത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വയറ് വീർത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്രകാരം ചെയ്യുന്നത് എന്ന് ഉലമാക്കൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ സഹോദരങ്ങളെ, പിന്നീടുള്ള കാര്യമാണ് ആ മയ്യത്തിനെ പൂർണ്ണമായി മറക്കുക എന്നുള്ളതാണ്. വല്ല തുണിയോ മറ്റോ എടുത്തുകൊണ്ട് ആ മയ്യത്തിനെ പൂർണ്ണമായി മറക്കുക. അതായത് കുളിപ്പിക്കാൻ നമ്മൾ അതായിട്ടില്ല, അതിന് മുമ്പുള്ള സമയം ഒരുപാട് ആളുകൾ കാണാനും മറ്റുമൊക്കെ വരുന്നതുണ്ടാകും. അതല്ലെങ്കിൽ അത്രയും സമയങ്ങൾ അവിടെ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരുടെ നോട്ടവും മയ്യത്തിലേക്ക് ഉണ്ടാകുക എന്നുള്ളത് അത് വേണ്ടതില്ല. മറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, ജീവിച്ചിരിക്കുന്ന സമയത്ത് പോലും നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു തുറസായ സ്ഥലത്ത് ഉറങ്ങുകയും ആളുകളൊക്കെ നമ്മളെ കാണുകയും ചെയ്യുന്നത് നമ്മളിൽ പലരും ഇഷ്ടപ്പെടുകയില്ല. കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്തുള്ള നമ്മുടെ രൂപഭാവങ്ങൾ ആളുകൾ, നാട്ടുകാർ കാണുന്നത് നമ്മളാരും ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഉറങ്ങുന്ന സമയത്ത് ആ ഒരു രീതിയിൽ മാറി ഒരു പ്രൈവസി ആളുകൾ ഇഷ്ടപ്പെടുന്നത്. ഇതേ കാര്യം തന്നെ മയ്യത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ്. ആ മയ്യത്തിനെ എല്ലാവർക്കും എപ്പോഴും കാണുന്ന രൂപത്തിലല്ല, മറിച്ച് പൂർണ്ണമായി ആ മയ്യത്തിനെ മറയുണ്ടാക്കുന്ന രൂപത്തിൽ ഒരു തുണിയോ മറ്റോ അതിന് മുകളിലൂടെ ഇട്ട് കൊടുക്കുക എന്നുള്ളത് സുന്നത്താണ് എന്ന് സഹോദരങ്ങളെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് മയ്യത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അങ്ങനെ തന്നെ. കുളിപ്പിക്കുന്ന വേളയിലാകട്ടെ, കഫൻ ചെയ്യുന്ന വേളയിലാകട്ടെ, മയ്യത്തിന് ഒരു വേളയിലും അങ്ങനെ തുറന്ന് അത് ഉണ്ടായിരിക്കുക എന്നുള്ളത് അത് പാടില്ലാത്ത കാര്യമാണ്. അതേപോലെ അവർ പറഞ്ഞു, ഈ വേളയിൽ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് എല്ലുകളും മറ്റുമൊക്കെ അത് ബലപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി അതൊന്ന് ഓരോന്ന് മടക്കി തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൈയുടേതാണെങ്കിൽ അതൊന്ന് കൈയുടെ ഇതിലേക്ക് പൂർണ്ണമായി മടക്കി അത് തുറന്നു കൊടുക്കുക. അതേപോലെ തന്നെ എല്ലാ കൈകളും കാലുകളും ഒക്കെ അത് തുറന്നു കൊടുക്കുക. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ പിന്നീട് കുളിപ്പിക്കുന്ന വേളയിലും മറ്റുമൊക്കെ അത് ബലമുണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അത് വലിയ പ്രയാസമായിരിക്കും, അത് ഒരു തടി പോലെ ആയിപ്പോകും. അതുകൊണ്ട് അത് പൂർണ്ണമായി കൈകളൊക്കെ ആ രൂപത്തിൽ തന്നെ ആദ്യം തന്നെ വന്ന് ആ വിരലുകളും കൈകളൊക്കെ ഒന്ന് അമർത്തിപ്പൂട്ടി അതൊന്ന് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് അത് പിന്നീട് മയ്യത്തിനെ കുളിപ്പിക്കുന്ന സമയത്തും മയ്യത്തിനെ കിടത്തുന്ന സമയത്തുമൊക്കെ എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയാൻ. ഈ ആധുനിക കാലഘട്ടത്തിൽ ചിലപ്പോൾ ഒരുപാട് നേരമൊക്കെ അങ്ങനെ മറ്റു സ്ഥലങ്ങളിലോ മറ്റുമൊക്കെ ഒരുപാട് നേരമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള റെഫ്രിജറേറ്ററും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് അത് ഈ ഒരു നിലക്ക് നോക്കുമ്പോൾ നല്ലതാണ്. കാരണം അല്ലെങ്കിൽ മയ്യത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകും. മയ്യത്തിൽ പല മാറ്റങ്ങൾ ഒരുപാട് നേരം പുറത്തു വെച്ചാലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരം റെഫ്രിജറേറ്ററും മറ്റുമൊക്കെ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അങ്ങനെ അധിക സമയം ഉണ്ടാകുന്നെങ്കിൽ ആ നിലക്ക് അത് നല്ലതാണ് എന്ന് ഉലമാക്കൾ അഭിപ്രായപ്പെട്ടത് കാണാൻ സാധിക്കും. അതേപോലെ സഹോദരങ്ങളെ, ഈ വേളയിലുള്ള പൊതുവായിട്ടുള്ളൊരു സുന്നത്താണ് അൽ ഇസ്റാഉ ഫി തജ്ഹീസ്, അഥവാ മയ്യത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും വേഗത്തിൽ കാര്യങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളത്. അതിന് വൈകിപ്പിക്കുന്ന പരിപാടിയില്ല. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളത് ഏറ്റവും മുസ്തഹബായിട്ടുള്ള ഒരു കാര്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച വന്നിട്ടുള്ളത്, ഒരാൾ ഒരു നാട്ടിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഏതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്? അവിടെ തന്നെ മറമാടലാണോ അതല്ല അവൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകലാണോ? അതല്ല അവൻ്റെ നാട്ടിൽ തന്നെ
പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമായിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഒരു അസറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് അതാത് നാട്ടിൽ തന്നെ മറമാടലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. കാരണം അവരുടെ സഹോദരൻ മരണപ്പെട്ട സമയത്ത് പിന്നീട് കൊണ്ടുവരപ്പെടുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ പിന്നീട് പറഞ്ഞത് ലൗ ഹദർതു വഫാതഹു ലമാ ദഫൻതുഹു ഇല്ലാ ഹൈസുമാ, ഞാൻ ജനാസയിൽ അവരുണ്ടായിട്ടില്ല, ഉണ്ടായിരുന്നെങ്കിൽ മരിച്ചെടുത്ത് തന്നെ ദഫിൻ ചെയ്യാൻ മറമാടാൻ ഞാൻ പറയുമായിരുന്നു എന്നവർ പറയുന്നത് കാണാൻ സാധിക്കും. അത് പണ്ഡിതന്മാർ പറയുന്നത് ഏറ്റവും അഫ്ളൽ ആ നാട്ടിൽ തന്നെ അവരെ മറമാടുക എന്നുള്ളതാണ്. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇവിടെ മയ്യിത്ത് വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ വസിയത്ത് പാലിക്കുന്ന ഒരു മസ്ലഹത്തും ഇല്ലാത്തൊരു വസിയത്താണ്. എന്നെ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി മറമാടണം ഏതെങ്കിലും ഒരു നാട്ടിലേക്കൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ വസിയത്ത് പാലിക്കപ്പെടേണ്ടതില്ല എന്നാണ് പറയുന്നത്. അത് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടതിൽ, ചെയ്യാത്തതിൽ പ്രത്യേകിച്ച് തെറ്റുമില്ല. കാരണം ഒരാളിപ്പോൾ വിദേശ രാജ്യങ്ങളിലും മറ്റുമൊക്കെ മരണപ്പെടുകയാണെങ്കിൽ അയാൾ ചിലപ്പോൾ വസിയത്ത് ഉണ്ടാവും, എൻ്റെ നാട്ടിൽ ഇന്ന ആളുകൾ കൂടെ എന്നെ മറമാടണം. ആ വസിയത്തിൽ പ്രത്യേകിച്ച് മസ്ലഹത്തുള്ള കാര്യമല്ല. ഒരു മുഅ്മിൻ ആരുടെ കൂടെ ആണെങ്കിലും ശരി, മുഅ്മിനീങ്ങളുടെ കൂടെ മക്ബറയിലാണെങ്കിൽ അതിൽ പിന്നീട് വേറെ വിഷയമില്ല എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഖബറടക്കാൻ വേണ്ടിയും ഒരുപാട് വൈകിപ്പിക്കുന്നത് പാടില്ലാത്ത കാര്യമാണ്. ഇവിടെയും ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരുപാട് ആളുകൾ നിസ്കരിക്കാൻ ഉണ്ടാകുന്നതിന് വേണ്ടി വൈകിപ്പിക്കുന്നതാണോ അഫ്ളൽ, അതല്ല വേഗം മയ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് മറമാടലാണോ അഫ്ളൽ? ഉലമാക്കൾ പറയുന്നു ഏറ്റവും അഫ്ളൽ വേഗം മറമാടലാണ്. ഏത് കാര്യം ഒഴികെ മയ്യത്തിൻ്റെ ഏറ്റവും അടുപ്പക്കാരായ ആളുകൾ കണ്ടിട്ടില്ലെങ്കിൽ ഒഴികെ, അതായത് വാപ്പയ്ക്ക് മക്കളാണെങ്കിൽ അങ്ങനെ, ഭാര്യയെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭാര്യ, ഇങ്ങനെ ഏറ്റവും അടുപ്പക്കാർക്ക് വേണ്ടി മാത്രം വൈകിപ്പിക്കാം അല്പം. അതല്ല എങ്കിൽ ദൂരെ അകന്ന ബന്ധുക്കൾക്ക് വേണ്ടിയും മറ്റുമൊന്നും, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അവിടുന്ന് വരട്ടെ, ഇവിടുന്ന് ഒരുപാട് ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനൊന്നും വേണ്ടി വൈകിപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഏറ്റവും അടുപ്പക്കാരായ അനന്തരാവകാശമൊക്കെ എടുക്കുന്ന ആളുകൾ അവർക്ക് ചില ആവശ്യങ്ങളൊക്കെ പല കാര്യങ്ങൾക്കും ഉണ്ടായേക്കാം. അവരായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ മയ്യത്തുമായി പരിപാലനവുമായി ബന്ധപ്പെട്ട ചെലവുകൾ വഹിക്കേണ്ടത് അവരാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ബോധ്യപ്പെടേണ്ട പല വിഷയങ്ങളും ഉണ്ടാകും. അപ്പം അത്തരക്കാരായ ഏറ്റവും അടുപ്പക്കാർക്ക് വേണ്ടി മാത്രം കാത്തു നിൽക്കാം, അതാണ് അനുവാദമുള്ളൂ. അതല്ലാത്ത ആളുകൾക്ക് വേണ്ടി അങ്ങനെ കാത്തു നിൽക്കേണ്ടതിൽ ഏറ്റവും അഫ്ളൽ വേഗത്തിൽ മറമാടുക എന്നത് തന്നെയാണ് എന്ന് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് സഹോദരങ്ങൾ, ഇത് മയ്യത്ത് മരിച്ച ഉടനെ ഉള്ള കാര്യങ്ങളാണ്. പിന്നീടുള്ളത് മർഹലത്തു തഗ്സീലാണ്, മയ്യത്ത് കുളിയാണ്, മയ്യത്തിനെ കുളിപ്പിക്കലാണ് പിന്നീടുള്ള ഘട്ടം. ഇവിടെ ഇമാം അഹ്മദ് റഹിമഹുല്ല ഒരു ഖായിദ, ഒരു അടിസ്ഥാനം പറഞ്ഞിട്ടുണ്ട്. അന്ന തഗ്സീൽ അൽ മയ്യിത്തി കഗുസ്ലിൽ ജനാബ, മയ്യത്തിനെ കുളിപ്പിക്കൽ അത് ജനാബത്ത് കുളി പോലെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊരു അടിസ്ഥാനമാണ്. ഇപ്പോൾ ജനാബത്ത് കുളിയെക്കുറിച്ച് ഒരാൾക്ക് അറിയുമെങ്കിൽ അയാൾക്ക് മയ്യത്തിനെയും കുളിപ്പിക്കാം. കാരണം അതിൻ്റെ അടിസ്ഥാനം ഒന്നു തന്നെയാണ് എന്നാണ്. അതായത് അതിൻ്റെ സുന്നത്താകട്ടെ, അതിൻ്റെ ഫർളായിട്ടുള്ള കാര്യമാകട്ടെ, എല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം ജനാബത്ത് കുളിയിലുള്ള ഫർള് എന്താണ്? നിയത്തോടുകൂടി ശരീരം മുഴുവൻ നനയുക എന്നുള്ള ഒറ്റ ഫർള് മാത്രമേ ജനാബത്ത് കുളിയിലുള്ളൂ. അതിൻ്റെ തർത്തീബ്, ക്രമത്തിൽ വുളു എടുക്കുന്നത് പോലെ ക്രമത്തിൽ കഴുകേണ്ട അവസ്ഥ ജനാബത്ത് കുളിയില്ല, ശരിയാവാനില്ല. അതല്ലെങ്കിൽ തുടർച്ച ആവശ്യമില്ല. ഇപ്പോൾ ഒരാൾ വുളു എടുക്കുമ്പോൾ തുടർച്ച ആവശ്യമാണ്. മുഖം കഴുകിയിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നീട് കൈ കഴുകിയാൽ പോരാ, തുടർച്ച വേണം, ഒന്നും ഉണങ്ങിപ്പോകാൻ പാടില്ല. എന്നാൽ കുളിയിൽ അങ്ങനെയില്ല. ഒരാൾ ഒരു ഭാഗത്ത് നനച്ചു, പിന്നീട് മോട്ടറിൽ വെള്ളം ഓഫായി, പിന്നീട് അല്പം കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം കിട്ടി, അതിന് വീണ്ടും ഇപ്പുറത്തേക്ക് ഒഴിച്ചാൽ അതിനെ പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അവൻ ബാക്കി പൂർത്തിയാക്കി മതി, ഇപ്പുറത്ത് ഉണങ്ങിപ്പോയാലും കുഴപ്പമില്ല. കാരണം മുവാല, തുടർച്ച കുളിയിൽ നിബന്ധനയില്ല. അതേപോലെ തന്നെയാണ് എന്ത് ഇവിടെ, അതേപോലെ തന്നെയാണ് മയ്യത്തിനെ കുളിപ്പിക്കുന്ന കാര്യത്തിലും എന്നാണ്. അതേപോലെ ജനാബത്തിൻ്റെ കുളിയിൽ നമുക്കറിയാം തുടക്കത്തിൽ ലൈംഗിക അവയവം വൃത്തിയാക്കുക, അതേപോലെ തന്നെ വുളു എടുക്കുക സുന്നത്തായിട്ടുള്ള കാര്യമാണ്. ഇതേ സുന്നത്ത് തന്നെയാണ് മയ്യത്തിനെ കുളിപ്പിക്കുന്ന സമയത്തും. അതിന് ലൈംഗികാവയം മറ്റുമൊക്കെ വൃത്തിയാക്കുക, അതേപോലെ തന്നെ മയ്യത്തിന് വുളുവിൻ്റെ ഭാഗങ്ങൾ ആരംഭിക്കുക. ഇതൊക്കെ സഹോദരങ്ങളെ ഇതിന് ബന്ധമുണ്ട് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അഥവാ എളുപ്പമുള്ള കാര്യം തന്നെയാണ് മയ്യത്ത് കുളിപ്പിക്കുക എന്ന് പറയുന്നത് എന്ന് സഹോദരങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. പിന്നീട് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പറഞ്ഞിട്ടുള്ളത് വുളുവിൻ്റെ ഭാഗങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ്. വുളുവിൻ്റെ ഭാഗങ്ങൾ ആരംഭിക്കുക, വലതുഭാഗം ആരംഭിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് മറ്റു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഏതൊരു വിഷയത്തിൻ്റെയും അതിൻ്റെ അൽ ഹദ്ദുൽ അദ്ന, ഏറ്റവും കുറഞ്ഞ പരിധിയും, അതേപോലെ തന്നെ അൽ ഹദ്ദുൽ അഅല, ഏറ്റവും മുകളിലെത്തുന്ന, അഥവാ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന പരിധി മനസ്സിലാക്കിയിരിക്കൽ വളരെ നല്ലതാണ്. കാരണം ഏറ്റവും കുറഞ്ഞ പരിധി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിൽ വീഴ്ച വരുത്തിയാൽ നമ്മൾ കുറ്റക്കാരായിത്തീരും. ഏറ്റവും കൂടിയ പരിധി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിൽ നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമ്മൾ സുന്നത്തിലില്ലാത്ത പല ബിദ്അത്തുകളും കൊണ്ടുവരും. ഇതെല്ലാ മേഖലയിലും കാണുന്ന കാര്യമാണ്.
ഒന്നുകിൽ അലംഭാവായിരിക്കും, അല്ലെങ്കിൽ അതിര് കവിച്ചലായിരിക്കും. ഇതിൻ്റെ മധ്യയാണ് നമ്മൾ ഏതൊരു വിഷയത്തിലും. ചില ആൾക്ക് അനാവശ്യമായ പല കാര്യങ്ങളും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, കുളിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ മറ്റൊരാൾക്കും ചെയ്യാൻ പറ്റാത്തതായ ഒരുപാട് കാര്യങ്ങൾ പറയും. എന്നാൽ സുന്നത്തിൽ പരിശോധിച്ചാൽ യാതൊന്നും ഉണ്ടാവുകയില്ല. എന്നാൽ വേറെ ചിലപ്പോൾ അതിൽ അലംഭാവം കാണിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് കുറ്റക്കാരാവാൻ, കാരണം മയ്യത്തിനെ കുളിപ്പിക്കൽ അത് ഫർദു കിഫായാണ്. ഒരു നാട്ടിലൊരു മരണപ്പെട്ടാൽ ആരെങ്കിലും ഒരാൾ കുളിപ്പിച്ചിരിക്കണം, ഇല്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ കുറ്റക്കാരാവാതിരിക്കാൻ അതിലേറ്റവും കുറഞ്ഞ പരിധി അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ കുറഞ്ഞ പരിധി നമ്മൾ പറഞ്ഞു എന്താണ്? ജനാബത്ത് കുളി പോലെയാണ്. ശരീരം മുഴുവൻ നനച്ചിട്ട് നീയത്തോടുകൂടി ശരീരം മുഴുവൻ നനച്ചു കഴിഞ്ഞാൽ അത് മതിയായതാണ് എന്നാണ്. നീയത്ത് വേണ്ടതുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ നീയത്തിൻ്റെ വിഷയം പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്? കാരണം ഇവിടെ മയ്യത്തിനെ കുളിപ്പിക്കുന്ന ആളുകൾക്ക് മയ്യത്തിൻ്റെ വിഷയത്തിൽ അത് മയ്യത്തിനെ കുളിപ്പിക്കുന്നത് മറ്റൊരാളാണ്. അപ്പം അയാൾക്ക് ആ വിഷയത്തിൽ അതിൻ്റെ നീയത്ത് ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏതുപോലെയാണ്? ഇപ്പോൾ അയാൾക്ക് നീയത്തില്ലാതെ മയ്യത്ത് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നനഞ്ഞു എന്ന് നമ്മൾ സങ്കല്പിക്കുക. അപ്പം അത് കുളിയായിട്ട് പരിഗണിക്കില്ല. ഇപ്പോൾ ഒരാൾ വെള്ളത്തിൽ തന്നെ മുങ്ങി മരിച്ച വ്യക്തിയാണ് എന്ന് വിചാരിക്കുക. അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മരിച്ചതിന് ശേഷം ശരീരം മുഴുവൻ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ മതിയാകുമോ? കുളിയായിട്ട് മതിയാവുകയില്ല. കാരണം അത് നീയത്തുണ്ടായിട്ടില്ല. കുളിപ്പിക്കുന്ന വ്യക്തിക്ക് നീയത്തുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരാൾക്ക് നീയത്തുണ്ടാകേണ്ടതുണ്ട് എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഈ എൻ്റെ ഏറ്റവും താഴെയുള്ള പരിധി മനസ്സിലാക്കുന്നതിൽ വേറെ ചില മസ്ലഹത്തുകളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഒരു നാട്ടിൽ പുരുഷന്മാർ മാത്രമുള്ളൊരു നാട്ടിൽ, അല്ലെങ്കിൽ പുരുഷന്മാർ മാത്രമുള്ളൊരു സ്ഥലത്ത് വെച്ച് ഒരു സ്ത്രീ മരണപ്പെടുകയാണ്. അവളെ കൊണ്ടുപോകാൻ ആരുമില്ല, പുരുഷന്മാർ മാത്രമേ കൈകാര്യം ചെയ്യാനുള്ളൂ. ഇത്തരം സാഹചര്യങ്ങളിൽ പണ്ഡിതന്മാർ പറയുന്നു അവളുടെ വസ്ത്രം അഴിക്കാൻ പാടില്ല. മറിച്ച് എന്ത് ചെയ്താൽ മതി? അവളുടെ ശരീരത്തിന് മുകളിലൂടെ വെള്ളം ഒഴിച്ച് കുളിപ്പിച്ചാൽ മതി. കാരണം ശരീരത്തിന് മുഴുവൻ വെള്ളം എത്തിയാൽ, നീയത്തോടു കൂടി എത്തിയാൽ അത് മയ്യത്ത് കുളിയായിട്ട് മതിയായതാണ്. അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എങ്കിൽ അങ്ങനെ ചെയ്യാൻ മതി. ഇനി അതും പ്രയാസമുള്ള ഘട്ടമാണെങ്കിൽ അവിടെ അത്തരക്കാരായ ആളുകളെ തയമ്മും ചെയ്യിപ്പിച്ചാൽ മതി എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അന്യ സ്ത്രീകൾ തയമ്മും ചെയ്യിപ്പിച്ചാൽ മതി. അപ്പം ഇതേ ഹുക്മ തന്നെയാണ് ഹുൻസ എന്ന് പറയുന്ന ആണും പെണ്ണുമായിട്ടുള്ള കൂടിക്കലർന്നിട്ടുള്ള വിഭാഗങ്ങളുണ്ട്, ഹിജടകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ. അപ്പോൾ അവരാണാണോ പെണ്ണാണോ എന്നറിയില്ല കുളിപ്പിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ അവരുടെ വിഷയത്തിലും ഇതേ ഹുക്കുമാണ്. അവരുടെ വസ്ത്രം അഴിക്കാൻ പാടില്ല. അവരുടെ വിഷയം ഈ രൂപത്തിൽ ഒന്നുകിൽ മുകളിലൂടെ വെള്ളം ഒഴിച്ചുകൊണ്ട് ആ ഫർള് മാത്രം അവിടെ കഴിക്കുക, അതല്ലെങ്കിൽ ചില ഉലമാക്കൾ പറഞ്ഞതുപോലെ അവർക്ക് തയമ്മും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ പരിധി മനസ്സിലാക്കുന്നതിൻ്റെ ഫായിദ ഇതാണ്. അപ്പോൾ വെള്ളം ശരീരത്തിന് മുഴുവൻ എത്തിക്കുക, നീയത്തോടു കൂടി എത്തിക്കുക എന്നുള്ളത് തന്നെ സഹോദരങ്ങളെ മതിയായതാണ്. ഇനി അതിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായി കുളിപ്പിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ അതിലൊന്നാമത്തെ കാര്യം അന്നഹു യജിബു തജ്രീദുൽ മയ്യിത്തി മിമ്മ അലൈഹി മിൻ ലിബാസിൻ വഹുലിയിൻ വജബായിർ. 3 കാര്യങ്ങളിൽ നിന്നും മയ്യത്തിൻ്റെ ശരീരത്തിൽ നിന്നും 3 കാര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതുണ്ട്. ഏതൊക്കെയാണ്? വസ്ത്രം ഒഴിവാക്കേണ്ടതുണ്ട്. ഇട്ട വസ്ത്രം കൊണ്ട് അങ്ങനെ തന്നെ അല്ല മയ്യത്തിനെ കുളിപ്പിക്കുക, വസ്ത്രം ഒഴിവാക്കേണ്ടതുണ്ട്. 2 ആഭരണങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതുണ്ട്. 3 ജബീറത്തുകൾ, വല്ല മുറിവുകളോ മറ്റോ ഒക്കെ ഉണ്ടായി അതിന് പ്ലാസ്റ്ററോ മറ്റോ ഇട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കേണ്ടതുണ്ട്. ഓരോന്നും വിശദീകരണ സഹിതം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒന്നാമത് വസ്ത്രം ഒഴിവാക്കുക എന്നുള്ള കാര്യം. ഇവിടെ വസ്ത്രം ഒഴിവാക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്. അതിനർത്ഥം ഒരിക്കലും വിവസ്ത്രനായി അങ്ങനെ ഉപേക്ഷിക്കുക, ആ രൂപത്തിൽ ഒരിക്കലും മയ്യത്ത് ഉണ്ടാകാൻ പാടില്ല. മയ്യത്തിൻ്റെ ഇട്ട വസ്ത്രം അഴിക്കുന്ന സമയത്ത് അതിനു മുമ്പ് തന്നെ മുകളിലൂടെ ഒരു തുണിയോ മറ്റോ ആദ്യം മയ്യത്തിനെ ഉടുപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ മാത്രമേ ഉള്ളിലുള്ള വസ്ത്രം അഴിക്കാൻ പാടുള്ളൂ. കാരണം ഒരു ഘട്ടങ്ങളിലും മയ്യത്തിൻ്റെ ഔറത്ത് ഒരാൾ കാണുക എന്നുള്ളത് പാടില്ലാത്തതാണ്. പുരുഷനാണെങ്കിൽ മുട്ടുപൊക്കിളിനിടയിലാണ് ഔറത്ത്, സ്ത്രീയാണെങ്കിൽ ശരീരം മുഴുവൻ ഔറത്താണ്. ഒരു ഘട്ടങ്ങളിലും ഒരാളും പുരുഷൻ്റെ ഔറത്ത് കാണാൻ പാടില്ല. അഥവാ അൽ ഔറത്തുൽ മുഗല്ലള എന്ന് പറയുന്ന ഗുഹ്യഭാഗങ്ങൾ തീരെയും കാണാൻ പാടില്ല. അത് മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്തും പാടില്ല, കഫം പുടവ ധരിപ്പിക്കുന്ന സമയത്തും പാടില്ല, ഒരു ഘട്ടത്തിലും പാടില്ല. അതുകൊണ്ട് മയ്യത്തിന് വസ്ത്രം അഴിച്ചു മാറ്റുക എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ അതെങ്ങനെയാണ്? അത് മറ്റൊരു വസ്ത്രം അതിന് മുകളിൽ വെച്ചിട്ട് ആ തുണി വെച്ചിട്ട് അങ്ങനെയാണ് ഓരോ വസ്ത്രം അഴിക്കുക. അതൊരു ഘട്ടത്തിലും ഒരാളും എന്ത് ചെയ്യാൻ പാടില്ല, അത് കാണാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കുളിപ്പിക്കുന്നതിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട സമയത്ത് ഒരുപാട് സംഭവ വികാസങ്ങൾ, സ്വഹാബികൾ പലരും പല മാനസിക സമ്മർദ്ദങ്ങളിലുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത്? സാധാരണ ആളുകളുടെ വസ്ത്രം അഴിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം അഴിക്കാമോ ഇല്ലേ എന്നുള്ളതിൽ അവർക്ക് ചർച്ചയായിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് പണ്ഡിതന്മാർ മയ്യത്തിൻ്റെ വസ്ത്രം അഴിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ചർച്ചയുണ്ടായിട്ടുള്ളത്. പക്ഷെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം അഴിച്ചിട്ടില്ല. അവിടുന്ന് ധരിച്ചിരുന്ന കമീസിന് മുകളിലൂടെ തന്നെയാണ് കുളിപ്പിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഖാസായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യമാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു ചിലർ പറഞ്ഞു ഇല്ല, അത്
ആവശ്യഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ, അഥവാ അങ്ങനെ അയക്കാൻ പറ്റാത്ത വല്ല അവസ്ഥ ഉണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ വസ്ത്രത്തിന് മുകളിലൂടെ വെള്ളം ഒഴിക്കുക എന്നുള്ള രീതി എല്ലാവർക്കും അനുവാദമുണ്ട്. എന്നാൽ ഏറ്റവും അഫ്ദലായിട്ടുള്ള കാര്യം കൂടുതൽ ശുദ്ധിയും മറ്റുമൊക്കെ വരുത്തുന്നതിന് വേണ്ടി അങ്ങനെ വസ്ത്രം അയച്ചു വെക്കുക എന്നുള്ളതാണ്. ആ അയച്ചു വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് ചെയ്യാൻ പാടില്ല, ഔറത്തും മറ്റൊന്നും വെളിപ്പെടുന്ന രൂപത്തിൽ അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമതായി പറയുന്നത്, ശരീരത്തിൽ വല്ല ആഭരണങ്ങളും ഉണ്ടെങ്കിൽ അത് അയച്ചു മാറ്റണം. അത് പെണ്ണാണെങ്കിൽ ചിലപ്പോൾ കാതിലുണ്ടാകും, ചിലപ്പോൾ മോതിരമുണ്ടാകും, മാലയുണ്ടാകും, എന്തുമുണ്ടാകാം, പാദസരം ഉണ്ടാകാം. ഇനി പുരുഷനാണെങ്കിൽ മോതിരം ധരിക്കുന്നവരുണ്ടാകാം, എന്തുമാകാം. ഇതെല്ലാം അയച്ചു മാറ്റേണ്ടതുണ്ട്. അതിൽ തന്നെയാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. ചില ആളുകൾ പല്ല്, ചിലപ്പോൾ സ്വർണത്തിൻ്റെയോ വെള്ളിയുടെ ഒക്കെ പല്ല് ചിലപ്പോൾ വെക്കുന്ന ആളുകളുണ്ടാകും. ഈ രൂപത്തിലൊക്കെ പല്ലുകളും മറ്റുമൊക്കെ വെക്കുന്ന ആളുകളുണ്ടാകും. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അയച്ചു മാറ്റേണ്ടതുണ്ട്. അതല്പം പ്രയാസമുണ്ടെങ്കിലും അയച്ചു മാറ്റണം എന്നാണ്. മോതിരം ഒറ്റ വലിക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ അത് മുറിച്ചിട്ടാണെങ്കിലും അയച്ചു മാറ്റേണ്ടതുണ്ട് ഒരു ഘട്ടത്തിലൊഴികെ. ഇത് മുറിക്കുക അതല്ലെങ്കിൽ ഇത് ഊരുക എന്നുള്ളത് വലിയ രക്തച്ചൊരിച്ചിലോ അല്ലെങ്കിൽ അങ്ങനെ പ്രയാസങ്ങളോ അവിടെ ഉണ്ടാകുന്ന ഒരവസ്ഥ, ഒരുപാട് രക്തസ്രാവം പുറത്തേക്ക് വരുന്ന അവസ്ഥ അവിടെ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് ഒഴിവാക്കാമെന്ന് മാത്രം. അതല്ല എങ്കിൽ മുറിച്ചിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള ആഭരണങ്ങൾ മുഴുവൻ ഒഴിവാക്കേണ്ടതുണ്ട് എന്നാണ്. പ്രത്യേകിച്ചും സ്വർണ്ണാഭരണങ്ങളും മറ്റും. എന്തുകൊണ്ടാണ്? ഇനി ഈ സ്വർണ്ണാഭരണത്തിൻ്റെ ഉടമ ഈ മയ്യിത്തല്ല. ഈ മയ്യിത്തിൻ്റെ ശരീരത്തിൽ എത്ര പവൻ സ്വർണ്ണമുണ്ടെങ്കിലും അതിന് അനന്തരാവകാശികളായി കഴിഞ്ഞു. മയ്യിത്തിൻ്റേതല്ല, മയ്യിത്തിനത് കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ്. അതിൻ്റെ അവകാശികൾ ഇവിടെ ഉണ്ട്, ജീവിച്ചിരിക്കുന്നവരായ അവകാശികൾ ഇവിടെ ഉണ്ട്, അവർക്കാണ് അതിൻ്റെ അവകാശം. അതുകൊണ്ട് തന്നെ മുഴുവൻ ആഭരണങ്ങളും മറ്റുമൊക്കെ അയച്ചു മാറ്റേണ്ടതുണ്ട് എന്നാണ്. ഇനി ഒരാൾക്ക് അയച്ചു മാറ്റാൻ പറ്റാത്ത രൂപത്തിൽ, പല്ലിൻ്റെ ഒക്കെ വിഷയം പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അത് ഊരുന്ന സമയത്ത് എല്ലാ പല്ലുകളും ഇളകി പോകുക, അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാമെന്ന് മാത്രം. അതല്ല എങ്കിൽ അത് പൂർണ്ണമായി അയച്ചു മാറ്റണം എന്നാണ് പറയുന്നത്. മൂന്നാമത്തത് പറഞ്ഞത് ജബായിർ, അഥവാ ശരീരത്തിൽ വല്ല ഫ്രാക്ചറോ മറ്റോ ഉണ്ടായി അങ്ങനെ നമ്മൾ കെട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് വൈദ്യരെടുത്ത് പോയി കെട്ടിയതാകാം, അതല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇട്ടതാകാം. ഇതെല്ലാം മുറിച്ചെടുക്കേണ്ടതുണ്ട് എന്നാണ്. ഇവിടെയും പണ്ഡിതന്മാർ പറയുന്നത് അത് മുറിച്ചെടുക്കുന്നത് കൊണ്ട് ശരീരത്തിന് വലിയൊരു പ്രയാസം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് മാറ്റി നിർത്തപ്പെടാം. അതല്ലാത്ത അവസ്ഥകളിൽ അത് എടുക്കേണ്ടതുണ്ട് എന്നാണ്. അതേപോലെ വെപ്പുകാലുകളോ അങ്ങനെയുള്ള കൈയോ മറ്റോ ഒക്കെ ഉണ്ട് എങ്കിൽ അത്തരത്തിലുള്ള അവയവങ്ങളും അതൊക്കെ മാറ്റേണ്ടതുണ്ട്. കുളിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ മാറ്റേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ മാറ്റുക, അഥവാ വസ്ത്രം, അതേപോലെ ആഭരണങ്ങൾ, അതേപോലെ തന്നെ ഇത്തരം ജബീറകൾ അഥവാ പ്ലാസ്റ്റർ ഓഫ് പാരീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ, ഇത് 3 ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു ഘട്ടം. രണ്ടാമത്തെ ഘട്ടം പണ്ഡിതന്മാർ പറയുന്നു അന്നഹു യജിബു സത്രുഹു, മയ്യത്ത് പൂർണ്ണമായി മറ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ മയ്യത്തിനോടുള്ള മറ, 2 കാര്യത്തിൽ മയ്യത്തിന് മറ വേണം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്ന് നളർ, നോട്ടത്തിൽ മറ വേണം, അതിന് വസ്ത്രം ധരിക്കണം. 2 സ്പർശിക്കുന്ന സമയത്തും മറ വേണം, നേർക്കുനേരെ സ്പർശിച്ചുകൂടാ. ഇവിടെ വാജിബായതും മുസ്തഹബായതുമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. മറ വാജിബായി വേണ്ടത് അത് ഔറത്തിൻ്റെ വിഷയത്തിലാണ്, അഥവാ ഗുഹ്യഭാഗങ്ങളുടെ വിഷയത്തിലാണ്. അത് കാണാനും പാടില്ല, നേർക്കുനേരെ സ്പർശിക്കാനും പാടില്ല. ഇത് 2 നിഷിദ്ധമായ കാര്യമാണെന്നാണ് പറയുന്നത്. 2 നിഷിദ്ധമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ മയ്യത്തിൻ്റെ, പുരുഷനാണെങ്കിൽ ഗുഹ്യഭാഗങ്ങളുടെ ഭാഗത്തൊരു തുണി എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. അതിനടിയിലേക്ക് കഴുകുന്ന സമയത്ത് ഒരിക്കലും ആ തുണി നീക്കാൻ പാടില്ല, അതിനുള്ളിലൂടെ കൈ പ്രവേശിപ്പിച്ചിട്ടാണ് കഴുകേണ്ടത്. ഇതൊക്കെ അറിയാത്ത ആളുകളുണ്ടാകും. 2, അവിടെ ആ കുളിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ തുണിയോ കോട്ടണോ മറ്റോ ചുറ്റി കെട്ടേണ്ടതുണ്ട്. അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട സഹീഹായ റിവായത്ത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം കുളിപ്പിക്കുന്ന സമയത്ത് അങ്ങനെ കയ്യിൽ തുണി ചുറ്റിയിരുന്നു എന്നാണ്. ഇന്ന് നമുക്ക് കിട്ടുന്ന ഗ്ലൗസുകളോ മറ്റോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്, അതിന് പകരം ഗ്ലൗസുകളോ മറ്റോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിർബന്ധമായും സ്പർശിക്കാൻ പാടില്ലാത്തത്, നോക്കാൻ പാടില്ലാത്തത് ഔറത്തിൻ്റെ കാര്യത്തിലാണ്. എന്നാൽ ശരീരത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ പണ്ഡിതന്മാർ പറയുന്നു മുസ്തഹബാണ്, നോക്കാത്തത് മുസ്തഹബാണ്, നോക്കുന്നത് കറാഹത്തുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമുണ്ടെങ്കിൽ നോക്കാം. അതുകൊണ്ടാണ് പറയുന്നത് കുളിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പാടില്ല. കുളിപ്പിക്കുന്ന ഒരു വ്യക്തിയും അയാൾക്ക് വെള്ളം കോരി ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ തിരിച്ചു കടത്താനൊക്കെ സഹായത്തിന് 1-2 ആളുകൾ മാത്രം. ഒരുപാട് ആളുകൾ കൂടി എന്ന് കുളിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. അതിനുള്ള ആവശ്യക്കാർ മാത്രമേ അവിടെ വേണ്ടതുള്ളൂ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളിൽ പോലും നോട്ടം ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ പാടില്ല. ബാക്കിയുള്ള ഭാഗങ്ങളിൽ പോലും സ്പർശിക്കുന്നത് ആവശ്യമെങ്കിൽ മാത്രം, അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കയ്യിൽ ഗ്ലൗസോ മറ്റു ഇട്ടിട്ടാണ് ഔറത്തല്ലാത്ത ഭാഗത്തും കുളിപ്പിക്കേണ്ടത് എന്ന് സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ ഘട്ടം നമ്മൾ പറഞ്ഞത് മറ സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് സ്പർശിക്കുന്നതിനും മറ വേണം, അതേപോലെ തന്നെ നോട്ടത്തിനും മറ വേണം. അതിൻ്റെ വാജിബും മുസ്തഹബുമായിട്ടുള്ള കാര്യം പറഞ്ഞു. മൂന്നാമത്തത് കുളിപ്പിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അയ്യഖൂമൽ മർഉ ബിഅസ്രി ബത്നിൽ മയ്യിത്ത്,
മയ്യത്തിൻ്റെ വയർ ഒഴിഞ്ഞു കൊടുക്കുക എന്നാണ്. മയ്യത്തിൻ്റെ വയർ അത് ഒഴിഞ്ഞു കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? വയറിൽ എന്തെങ്കിലും മറ്റും ബാക്കിയുണ്ടെങ്കിൽ, അവശിഷ്ടങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ്. അത് കുളിപ്പിക്കുന്ന ഓരോ ഘട്ടങ്ങളിലും ഓരോ തവണ കുളിപ്പിക്കുമ്പോഴും അതിൻ്റെ മുകൾ ഭാഗം മുതൽ താഴ്ഭാഗം വരെ ഒരു പതിയെ അത് ഒഴിഞ്ഞു കൊടുക്കുക. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഗുഹ്യഭാഗങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പം അത് ഒഴിച്ചു കളയുക, വെള്ളം ഒഴിച്ചു കളയുക എന്നുള്ളതാണ്. കാരണം അത് ആ സമയത്ത് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് കഫം ഒക്കെ ധരിപ്പിച്ച സമയത്ത് അത് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് മോശമാണ്. അത് മയ്യത്തിൻ്റെ ആ രൂപത്തിൽ ഇക്റാമിനെതിരാണ്, മയ്യത്തിൻ്റെ ആദരവിനെതിരാണ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അത് വൃത്തിയായി ആ രൂപത്തിൽ എന്ത് ചെയ്യുക? വൃത്തിയായി ആ രൂപത്തിൽ അമർത്തി അത് കളയുക എന്നുള്ളതാണ്. ഇനി മയ്യത്തിനെ പൂർണ്ണമായി കുളിപ്പിച്ചതിന് ശേഷമാണ് ഇത് പുറത്തേക്ക് വരുന്നതെങ്കിൽ ഇനി കുളി ആവർത്തിക്കേണ്ടതില്ല. മയ്യത്ത് കുളി ആവർത്തിക്കേണ്ടതില്ല. അത് വൃത്തിയാക്കിയാൽ മാത്രം മതിയാകുന്നതാണ്. അതല്ലെങ്കിൽ തുടക്കത്തിൽ മയ്യത്തിന് വുളുവിൻ്റെ ഭാഗങ്ങളിലാണ് ആരംഭിക്കുന്നത്. അതിനുശേഷം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വുളു ആരംഭിക്കേണ്ടതില്ല, വുളു വീണ്ടും ആവർത്തിച്ച് ചെയ്യേണ്ടതില്ല. മറിച്ച് അത് വൃത്തിയാക്കുക എന്നുള്ളത് മാത്രം, വെള്ളമൊഴിച്ച് അവിടെ വൃത്തിയാക്കുക എന്നത് മാത്രമാണ് സഹോദരങ്ങളെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മയ്യത്തിൻ്റെ കയ്യിലോ മറ്റോ ഒക്കെ മുറിവ് കാരണത്താൽ രക്തം വരുന്നുണ്ടെങ്കിൽ അവിടെ ഐസോ അതല്ലെങ്കിൽ തണുത്ത വെള്ളമോ ഒക്കെ ഉപയോഗിച്ചിട്ട് അത് നിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇനി തീരെ നിർത്താത്ത അവസ്ഥകളുണ്ടെങ്കിൽ അവിടെ വല്ലതും വെച്ച് കെട്ടിയിട്ട് ആ രൂപത്തിലും ചെയ്യാവുന്നതാണ്. തുടർച്ചയായി വരുന്ന വല്ല അവസ്ഥയും ഉണ്ടെങ്കിൽ അത് ആ രൂപത്തിലും സഹോദരങ്ങളെ അത് ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു ആളുടെ വയർ ഒഴിയാൻ പാടില്ല. അത് ഗർഭിണിയായി മരണപ്പെട്ട സ്ത്രീയുടേതാണ്. കാരണം അവളുടെ വയറ്റിൽ കുട്ടിയുണ്ട്. അതേതെങ്കിലുമൊക്കെ രൂപത്തിൽ നല്ല നിലക്ക് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അവർക്കത് ചെയ്യാവുന്നതാണ്. പക്ഷെ അതല്ല എങ്കിൽ അത് ഒഴിയുക എന്നുള്ളത് ഒരു പക്ഷേ ആ വയറ്റിലുള്ള കുട്ടി പുറത്തു വരാനൊക്കെ സാധ്യതയുള്ളൊരു കാര്യമാണ്. അതൊരു നല്ല കാഴ്ചയല്ല. അതുകൊണ്ട് ഗർഭിണിയായി മരണപ്പെട്ട സ്ത്രീയുടേതാണെങ്കിൽ അത് ചെയ്യേണ്ടതില്ല. ബാക്കിയുള്ള ആളുകളുടെ ആ കാര്യങ്ങൾ അത് ചെയ്യണം എന്ന് സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ കാര്യം അവർ ശ്രദ്ധിക്കാൻ പറഞ്ഞത്, കുളിപ്പിക്കുന്ന വേളയിൽ യഖൂമൽ മുഗസ്സിലു ബിന്നിയത്തി തഗ്സീൽ വത്തസ്മിയ, നിയത്ത് വേണം. നേരത്തെ പറഞ്ഞതാണ്, കുളിപ്പിക്കുന്ന സമയത്ത് ഇയാൾക്ക് നിയത്ത് വേണ്ടതുണ്ട്. അതേപോലെ തസ്മിയത്ത്, ബിസ്മി വല്ലണം. നിയത്ത് നിബന്ധനയാണ്, നിയത്തോടു കൂടിയാണ് കുളിപ്പിക്കണം. അപ്പം നിയത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുള്ളൊരു വിഷയമല്ല, ഒരു വിഷയത്തിലും പ്രയാസമുള്ള കാര്യമല്ല. ഒരാൾ മയ്യത്തിനെ കുളിപ്പിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോകുന്നു, അത് തന്നെയാണ് നിയത്ത്. അത് തന്നെയാണ് നിയത്ത്. അതല്ലെങ്കിൽ അവിടെ പോയി ഞാൻ എന്തെങ്കിലുമൊക്കെ ചൊല്ലി പറയേണ്ടതും ഞാൻ ഈ മയ്യത്തിനെ കുളിപ്പിക്കുന്നു, അങ്ങനെയൊന്നും അവിടെ നിയത്ത് പറയുകയോ മനസ്സിൽ പറയുകയോ ഒന്നും വേണ്ടതില്ല. അത് തന്നെയാണ് നിയത്ത്. മനസ്സിൽ കരുതലാണ് നിയത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നിയത്തില്ലാതെ അങ്ങനെ സംഭവിക്കുമോ? ഞാൻ നേരത്തെ പറഞ്ഞു, മയ്യത്തിനെ കൊണ്ടുവരുന്ന സമയത്ത് മഴയോ മറ്റോ പെയ്തിട്ട് മയ്യത്ത് പൂർണ്ണമായി നനഞ്ഞു എന്ന് വിചാരിക്കുക, അത് മയ്യത്ത് കൂടിയായി പരിഗണിക്കാൻ സാധിക്കുകയില്ല. അതല്ലെങ്കിൽ വെള്ളത്തിൽ വീണിട്ടാണ് മയ്യത്ത് മരണപ്പെട്ടതെങ്കിലും ആ നനവും മയ്യത്തിൻ്റെ കുളിയായി സ്വീകരിക്കാൻ പാടില്ല. മറിച്ച് നിയത്തോടു കൂടി ഒരാൾ അതിനെ ഈ പറഞ്ഞ രൂപത്തിൽ ശരീരം മുഴുവനും കഴുകണം. അപ്പോഴാണ് അത് ഫർള് വീടുകയുള്ളൂ എന്നാണ്. അപ്പം അത് നിബന്ധനയാണ്. അതേപോലെ തസ്മിയത്ത്, ബിസ്മില്ല എന്ന് പറയൽ അത് സുന്നത്താണ് എന്നാണ്. ബിസ്മില്ല എന്ന് പറയൽ സുന്നത്താണ്, ജനാബത്ത് കുളിയിലുള്ളതുപോലെ. ജനാബത്ത് കുളിയിലും ബിസ്മില്ല എന്ന് പറയൽ സുന്നത്ത് മാത്രമാണ്, വാജിബില്ല. ആ രൂപത്തിലാണ് ഇവിടെയും ഉള്ളത് എന്നാണ്. പിന്നീട് അഞ്ചാമത്തെ ഘട്ടം, അൻ യുസ്തഹബ്ബ തഖ്ദീമു അഅദാഇൽ വുളൂഇ ഇൻദ തഗ്സീലിൽ മയ്യിതി കമാ യഫ്അലു ബിൽ ഹയ്യ്. ജീവനുള്ള ഒരാൾ ജനാബത്തൊക്കെ കുളിക്കുന്ന സമയത്ത് നമ്മൾ വുളൂവിൻ്റെ ഭാഗങ്ങളാണ് ആദ്യം എന്ത് ചെയ്യുന്നത്? കഴുകുന്നത്. അതേപോലെ തന്നെയാണ് മരണപ്പെട്ട വ്യക്തിയെ കുളിപ്പിക്കുന്ന വേളയിൽ എന്ത് ചെയ്യേണ്ടത്? ആദ്യം വുളൂവിൻ്റെ ഭാഗങ്ങളാണ് ആരംഭിക്കേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ സാധിക്കും. ഇബ്ദ നബി മയാമീനിഹ വ മവാദിഅൽ വുളൂഇ മിൻഹ, വലതുഭാഗം കൊണ്ട് നിങ്ങൾ ആരംഭിക്കണം. സ്ത്രീകളോട് പറഞ്ഞതാണ് അവിടുത്തെ മകൾ മരണപ്പെടുന്ന സമയത്ത്. വ മവാദിഅൽ വുളൂഇ മിൻഹ, അതേപോലെ വുളൂവിൻ്റെ ഭാഗങ്ങൾ ആരംഭിക്കണം എന്നാണ്. ചില പണ്ഡിതന്മാർ പറയുന്നു, ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്, മയ്യത്തിനെ വുളു എടുപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ പ്രയോഗമല്ല. കാരണം അവിടെ ഈ വുളു എന്ന് പറയുന്നത് അതുകൊണ്ട് ഹദസ് ഒന്നും അഥവാ അശുദ്ധിയൊന്നും ഉയരുന്ന ഒരു കാര്യമല്ല. മറിച്ച് വുളുവിൻ്റെ ഭാഗം ആരംഭിക്കുക എന്ന് പറയുകയാണ് ശരി. കാരണം അവിടെ കഴുകലാണ്, വുളു എടുക്കുകയല്ല. വുളുവിൻ്റെ ഭാഗങ്ങൾ അഥവാ കുളിപ്പിക്കുന്ന വേളയിൽ വുളുവിൻ്റെ ഭാഗങ്ങൾ കഴുകി ആരംഭിക്കുക എന്ന് പറയലാണ് കൂടുതൽ ശരി. ഇപ്പോൾ ജനാബത്തിലും നമ്മൾ തുടക്കത്തിൽ ഒരു വുളു എടുക്കുന്നുണ്ട്. ആ വുളു കൊണ്ട് ഒരാൾക്കും ഒരു അശുദ്ധി നീങ്ങുകയില്ല. അത് സുന്നത്തായ ഒരു വുളുവാണ്. ആ വുളു കൊണ്ട് ഒരു അശുദ്ധി നീങ്ങാൻ പോകുന്നില്ല, ശേഷം നിയത്തോടുകൂടി പൂർണ്ണമായി കുളിച്ചിട്ടല്ലാതെ. അതുകൊണ്ട് ഇവിടെയും വുളു എടുപ്പിക്കുക, യുവർദി എന്ന് പറയുന്നത് അത് ശരിയായൊരു പ്രയോഗമല്ല. മറിച്ച് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വുളുവിൻ്റെ ഭാഗങ്ങൾ ആദ്യം കഴുകലിൽ ആരംഭിക്കുക എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് വുളുവിൻ്റെ ഭാഗങ്ങൾ ആദ്യം ആരംഭിക്കേണ്ടത്? നമുക്കറിയാം, വുളു നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ കൈകൾ കഴുകി കൊടുക്കുക. അതേപോലെ തന്നെ വുളുവിൻ്റെ 4 ഫർളായ അവയവങ്ങളുണ്ട്. ഒന്ന് മുഖമാണ്, രണ്ടാമത്തേത് കൈ മുട്ടുൾപ്പെടെയാണ്, 2 കൈയും വേണം.
3 തലയും ചെവിയും തടവലാണ്. 4 കാല് രണ്ടും നെരിയാണി വരെ കഴുകലാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു ഓരോ ഭാഗത്തും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് മതിയായതാണ്, അത് ശരിയാകുന്നതാണ്. കാരണം ആ ഭാഗം കഴുകുക എന്നുള്ളതാണ്. എന്നാൽ അതോടൊപ്പം ദൽക്ക്, ഇങ്ങനെ ഉരച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അത് സുന്നത്താണ്. ഉരച്ചു കൊടുക്കുക എന്ന് പറയുന്നത് സുന്നത്താണ്. കാരണം ഈ കഴുകൽ ശുദ്ധിയാക്കുന്ന വേളയിൽ 4 മർഹലകൾ ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. 4 രീതിയിലാണ് ഇതിൽ പല കാര്യങ്ങളും ശുദ്ധിയാക്കുന്നത്. ഒന്ന്, അത് കേവലമായിട്ടുള്ള മസ്ഹാൻ എന്ന് പറഞ്ഞാൽ തടവലാണ്. അതെല്ലായിടത്തും അനുവാദമില്ല. തല തടവാൻ അനുവാദമുണ്ട്, ചെവി തടവാൻ അനുവാദമുണ്ട്, സോക്സ് ധരിച്ച ആളുകൾക്ക് അതിന് മുകളിൽ തടവാൻ അനുവാദമുണ്ട്. അങ്ങനെയുള്ള ഘട്ടങ്ങളുണ്ട്. 2 നദ്ഹാൻ, വെള്ളം കൊടയലാണ്. നദ്ഹ് എന്ന് പറഞ്ഞാൽ അത് കഴുകലിൻ്റെ തൊട്ട് താഴെയുള്ളതാണ്. കഴുകുകയും നദ്ഹും ചെയ്യാൻ, അഥവാ നദ്ഹും ഗസ്ലും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വെള്ളം കുടഞ്ഞാൽ അത് അതിൻ്റെ മക്കാനിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി പോകേണ്ട ആവശ്യമില്ല. ഒരു സ്ഥലത്ത് നജസുണ്ട്, അത് നദ്ഹ് ചെയ്താൽ മതി. അത് ചെറിയ ആൺകുട്ടിയുടെ മൂത്രം, അവിടെ വെള്ളം കുടഞ്ഞാൽ മതി എന്നാണ്. ചെറിയ പാലൊന്നും കുടിക്കാത്ത ആൺകുട്ടി മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്താൽ, ഭക്ഷണമൊന്നും കഴിച്ചു തുടങ്ങാത്ത ആൺകുട്ടി മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളം കുടഞ്ഞാൽ മതി എന്നാണ്, കഴുകേണ്ടതില്ല. അപ്പോൾ അവിടെ കുടയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം എന്താണ്? കുടഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നിന്ന് വെള്ളം അപ്പുറത്തേക്ക് ഒഴുകി പോകേണ്ടതില്ല. അതാണ് നദ്ഹ് എന്ന് പറയുന്നത്. അതിന് മേലുള്ളതാണ് ഗസ്ല്. ഗസ്ലിൻ്റെ നിബന്ധനയാണ് വെള്ളം ആ സ്ഥലത്ത് നിന്ന് ഒഴുകി അപ്പുറത്തേക്ക് പോകണം. നമ്മൾ വുളു എടുക്കുമ്പോൾ വുളു ശരിയാകണമെങ്കിൽ അവിടെ എന്ത് വേണം? വെള്ളം ഒഴുകിയിട്ട് ഇപ്പുറത്ത് എത്തണം, തുള്ളി പുറത്തേക്ക് വരണം. ഒരാൾ വെള്ളത്തിൽ ഒരു വെറ്റ് ടിഷ്യൂ എടുത്തിട്ട് ഇങ്ങനെ തുടച്ചാൽ വുളു ആവുകയില്ല. എത്ര പ്രാവശ്യം തുടച്ചിട്ടും കാര്യമില്ല, അത് വുളു ആവുകയില്ല. കാരണം വെള്ളം തുള്ളി പുറത്തേക്ക് പോകണം. അതാണ് ഗസ്ൽ എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്ത് ഏറ്റവും പൂർണ്ണതയുള്ള 4ാമത്തെ രൂപമാണ് ദൽക്ക് എന്ന് പറയുന്നത്. അത് കൈ ഉരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വെള്ളത്തോടൊപ്പം കൈ ഉരച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതാണ് സഹോദരങ്ങൾ അതിൻ്റെ 3ാമത്തെ കാര്യം, അഥവാ വെള്ളം ഒഴിക്കുക എന്ന് പറയുന്നത്. അത് തന്നെ ഇവിടെ മതിയായതാണ്. ഒരാൾ മുഖത്തേക്ക് ഒഴിച്ചു കൊടുത്തു, അതേപോലെ കൈയിൻ്റെ ഭാഗങ്ങൾ ഒഴിച്ചു കൊടുത്തു, തലയിൽ ഒഴിച്ചു കൊടുത്തു, ചെവിയിൽ ഒഴിച്ചു കൊടുത്തു, ആ കാല് ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷെ അതോടൊപ്പം കൈ ഉരച്ചു കഴുകുക എന്ന് പറയുന്നത് മുസ്തഹബായ കാര്യമാണ്. കുളിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഒരാൾ വെള്ളത്തിലൊന്ന് കേവലം മുങ്ങി എണീച്ചാൽ അയാൾ കുളി ശരിയായി, പക്ഷെ അതോടൊപ്പം ഉരച്ചു കഴുകിയാൽ ആ മുസ്തഹബായ കാര്യം കൂടി അവിടെ കിട്ടുന്നു എന്നാണ്. അപ്പോൾ ഈ അവസ്ഥയിലാണ് സഹോദരങ്ങളെ അവയവങ്ങൾ കൈകൊണ്ട് ഉരച്ച് എന്ത് ചെയ്യുക, നമ്മൾ കഴുകി കൊടുക്കുക, വുളുവിൻ്റെ ഭാഗങ്ങൾ കഴുകി കൊടുക്കുക. അവിടെ ഒരു മസലയുണ്ട്. വുളുവിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, മുഖത്തിൽ പെട്ടതാണ് എന്ന് പറയുന്ന കാര്യം. അത് നമ്മുടെ വായും മൂക്കുക. വായും മൂക്കും മുഖത്തിൻ്റെ ബാഹ്യമായ അവയവങ്ങളുടെ ഹുക്കുമാണ് എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ് സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹു ബിറൂസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. വുളു എടുക്കുമ്പോഴുള്ള 4 അവയവങ്ങൾ പറഞ്ഞു. ആദ്യം മുഖം കഴുകുക, കൈ മുട്ടുൾപ്പെടെ കഴുകുക, തല തടവുക, കാല് കഴുകുക. പണ്ഡിതന്മാർ പറയുന്നു ഇവിടെ മുഖം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിൽ പ്രത്യേകമായി എന്ത് പറഞ്ഞിട്ടില്ല? വായും മൂക്കൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ മനസ്സിലാക്കണം, മുഖത്തിൻ്റെ അകത്ത് തന്നെ വായും മൂക്കൊക്കെ ഉണ്ട് എന്നാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, നോമ്പിൻ്റെ വിഷയങ്ങളിലൊക്കെ വായിൽ വെള്ളം വെച്ച നോമ്പ് മുറിയില്ല, തൊണ്ടയിൽ നിന്ന് ഇറങ്ങിപ്പോകണം. അഥവാ വായ എന്ന് പറയുന്നത് അത് ഉള്ളിലാണെങ്കിലും അത് ബാഹ്യമായ അവയവത്തിൻ്റെ ഹുക്കുമ തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വായ കഴുകേണ്ടതുണ്ട് വുളുവിൽ. അതേപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റേണ്ടതുണ്ട്. ഒരു മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 കാര്യങ്ങളും എങ്ങനെ ചെയ്യും? പണ്ഡിതന്മാർ പറഞ്ഞു, മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വായിലേക്ക് വെള്ളം നമ്മൾ എത്തിച്ചു കൊടുക്കാൻ പാടില്ല, അതേപോലെ മൂക്കിലേക്ക് വെള്ളം കയറ്റാൻ പാടില്ല. മറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു തുണി, ഒരു കോട്ടണോ മറ്റോ ഒക്കെ എടുത്ത് അത് നനച്ചുകൊണ്ട് മയ്യത്തിൻ്റെ പല്ലും അതേപോലെ തന്നെ അതിന് ചുണ്ടും വൃത്തിയാക്കി കൊടുത്താൽ മതി. അതേപോലെ മൂക്കിൻ്റെ അകത്തേക്ക് വെള്ളം എന്തെങ്കിലുമൊക്കെ പരുത്തിയിൽ വെള്ളമാക്കിക്കൊണ്ട് അത് തിരുകിയിട്ട് അങ്ങനെ വൃത്തിയാക്കിയാൽ മതി. അതല്ലെങ്കിൽ മയ്യത്തിൻ്റെ വയറ് വീർക്കാനുള്ള കാരണമായി അത് മാറും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് ഇമാം അഹ്മദ് റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തുമാത്രമാണ്? അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ രൂപത്തിലാണ് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. അവരുടെ വായും മൂക്കും അവിടെ നനച്ച് തുടച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതിലേക്ക് വെള്ളം പ്രവേശിപ്പിക്കുക എന്നുള്ളത് പാടില്ല. പിന്നീട് ഇങ്ങനെ വുളുവിൻ്റെ അവയവങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് തല കഴുകുക എന്നുള്ളതാണ്. തല കഴുകുക എന്നുള്ളതാണ്. അവിടെ 3 കാര്യങ്ങൾ പണ്ഡിതന്മാർ സുന്നത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. തല കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, യുസ്തഹബ്ബു അൻ യുജ്അല ഫീഹി റഗ്വതു സിദ്ർ. നമ്മൾ സിദ്റിൻ്റെ ഇലന്ത മരത്തിൻ്റെ പത, അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നന്നായി തൻലീഫിന് വേണ്ടി, വൃത്തിയാകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഉപയോഗിക്കുക എന്നുള്ളത് നല്ലതാണ്. ഇപ്പോൾ തലയിലുള്ള ചെളിയും മറ്റുമൊക്കെ ഉണ്ടാകുന്നത് പുതുമുടിയിലുണ്ടാവും, ജട കുത്തിയിട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വൃത്തിയാക്കുക എന്നുള്ളത് അത് ജനാബത്ത് കുളിയിലും പറഞ്ഞിട്ടുള്ളതാണ്. മൻ ഗസ്സല വഗ്തസല എന്ന് പറഞ്ഞതിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ആര് നന്നായി കുളിച്ചു എന്ന് പറയുമ്പോൾ തലയൊക്കെ നല്ല ഇതേപോലെ ഷാമ്പു ആവാം ഈ കാലഘട്ടത്തിൽ, അതല്ലെങ്കിൽ പഴയ കാലത്ത് ഉപയോഗിച്ചതുപോലെ സിദറിൻ്റെതാകാം. ചില ഉലമാക്കൾ അതിൽ തന്നെ ഒരുപാട് ഫായിദകളുണ്ട് എന്ന് പറയുന്നത്, ഉപകാരമുണ്ട് എന്ന് പറയുന്നത് അതാകാം. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഷാമ്പുവോ മറ്റും ആകാം. അവിടെ വൃത്തിയാകുക എന്നാണ് ഉദ്ദേശം. അത് ജനാബത്ത് കുളിയിലും നമ്മൾ ജുമുഅക്ക് പോകുമ്പോഴുള്ള കുളിയിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അത് തന്നെ തല നല്ല രീതിയിൽ അങ്ങനെ സോപ്പോ
ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് വൃത്തിയിൽ കഴുകുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ് എന്നാണ്. രണ്ടാമത്തേത് അവർ പറയുന്നത് തലയിൽ നമ്മുടെ തലയോട്ടിയിൽ വെള്ളം എത്തിക്കുക എന്നുള്ളതാണ്. അത് മുസ്തഹബായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ജനാബത്തുൽ കുളിയിലാണെങ്കിലും നമ്മുടെ തലയോട്ടിയിൽ കൃത്യമായി വെള്ളം എത്തിയിട്ടില്ലെങ്കിലും കുളി ശരിയാകും. ഒരാൾ ഷവറിൻ്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തലയോട്ടീൻ്റെ ഉള്ളിൽ എല്ലായിടത്തും എത്തിക്കൊള്ളുന്നില്ല, എങ്കിലും ബാഹ്യമായ മുടിയിലെല്ലാം തന്നെ നനഞ്ഞാൽ ഒരാളുടെ വുളു ശരിയാകുന്നതാണ്, ആണിൻ്റെതും പെണ്ണിൻ്റെതും. എന്നാൽ ഒരാൾ തലയോട്ടിയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് മുസ്തഹബാണ്. അത് ഇവിടെയും അങ്ങനെ തന്നെയാണ്. അത് നമ്മളങ്ങനെ എത്തിക്കാൻ തന്നെയാണ് വുളു എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നു എന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇവിടെയും തലയോട്ടിയിൽ തന്നെ വെള്ളം എത്തിക്കുന്ന രൂപത്തിൽ അവിടെ എന്ത് ചെയ്യുക, നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് പറയുന്നത് അന്ന റഅസൽ മയ്യിത്തി ലാ യുസർരിഹ് വലാ യുസറഹ് വലാ യുമശ്ശത്. അവിടെ മയ്യത്തിൻ്റെ മുടി ചീകി കൊടുക്കാനൊന്നും പോകരുത്. കാരണം അത് മുടി കൊഴിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. കാരണം മുടി അത് വൃത്തിയാക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. നന്നായി ചീകി ഒതുക്കുക എന്നുള്ളതൊന്നും അത് ചെയ്യേണ്ടതില്ല എന്നാണ്. നന്നായി വൃത്തിയാക്കുക എന്നാണ് അവിടെ ഉദ്ദേശം. ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ആ രൂപത്തിലൊന്ന് ഒതുക്കി കൊടുത്താൽ അതല്ലാത്ത രൂപത്തിൽ ശക്തിയായി അത് ചീകി ഒതുക്കേണ്ടതൊന്നുമില്ല എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്ത്രീകളുടെ കുളി പുരുഷന്മാരുടേതുപോലെ തന്നെയാണ്. ഒരു കാര്യത്തിൽ അവർക്കിവിടെ വ്യത്യാസമുണ്ട്. അത് അവരുടെ തലമുടി കുളിപ്പിച്ചതിന് ശേഷം 3 മെടഞ്ഞിടുക എന്നുള്ളതുണ്ട്. ഒന്ന് തലയുടെ പുറകിലേക്ക് രണ്ട് ഭാഗത്തു നിന്ന് 3 മെടഞ്ഞിടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വ്യത്യാസം അവിടെ കുളിപ്പിക്കുന്ന സമയത്ത് തലയുടെ വിഷയത്തിൽ സ്ത്രീകൾക്കുണ്ട്. അതല്ല എങ്കിൽ ഈ പറഞ്ഞ വുളുവിൻ്റെ അവയവങ്ങൾ ആരംഭിക്കലും മറ്റുമൊക്കെ പുരുഷനും സ്ത്രീയും ഒക്കെ അത് ഒരുപോലെ തന്നെയാണ്. അതേപോലെ തന്നെ 6ാമത്തെ ഘട്ടമായി കുളിപ്പിക്കുമ്പോഴുള്ളത് ഖസ്ലു സാഇരിൽ ജസദ്. പിന്നീട് ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ എന്ത് ചെയ്യുക, കുളിപ്പിക്കാനാണ്. നമ്മൾ വുളുവിൻ്റെ അവയവങ്ങൾ ആരംഭിച്ചു, തല പിന്നീട് ചെയ്തു, പിന്നീട് ശരീരത്തിൻ്റെ ബാക്കിയുള്ള അവയവങ്ങളാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? വലത് ആരംഭിക്കുക എന്നാണ്. ശരീരത്തിൻ്റെ വലത് ഭാഗം, ബാക്കിയുള്ള ഭാഗം വലത് ആരംഭിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, കുളിപ്പിക്കുക. അപ്പോൾ വലത് ആരംഭിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാളെ മയ്യത്തിനെ കിടത്തി കഴിഞ്ഞാൽ വലത് മേലെ ഭാഗം കിട്ടും. മയ്യത്തിന് അല്പം ഒന്ന് ചെരിച്ചാൽ അതിൻ്റെ അടിഭാഗവും കിട്ടും. അപ്പോൾ ആ മേലെയും താഴെയുമുള്ള വലതുഭാഗം ഒരാൾക്ക് കുളിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അത് എവിടെ? ഒരാളുടെ തോള് മുതൽ കൈ വരെയുള്ള ഭാഗം, അതേപോലെ ശരീരത്തിൻ്റെ പാർശ്വഭാഗങ്ങൾ, കാല് വരെയുള്ള ഭാഗങ്ങൾ, അങ്ങനെ അത് നേരെ പകുതിയോളമാക്കി മേലെയും താഴെയും അത് കുളിപ്പിക്കുക. രണ്ടാമത് ഇതേപോലെ തന്നെ ഇടത് ഭാഗത്തേക്ക് ഇങ്ങനെ കുളിപ്പിക്കുക എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ഇടതു ഭാഗത്തേക്കും കുളിപ്പിക്കുക. ഈ സമയത്തൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ കയ്യിൽ കോട്ടണോ മറ്റോ ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഉരച്ചു കൊടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കുളിപ്പിക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഗുസ്ലുഹ സലാസന ഔ ഖംസന ഔ സബ്അ, 3 5 7 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അദ്നൽ കമാൽ, പൂർത്തീകരണത്തിൻ്റെ ഏറ്റവും കുറവ് 3 ഒരാൾ ചെയ്യുക എന്നാണ്. അത് വാജിബായിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഫർള് ശരീരം മുഴുവൻ നനയുന്ന ഒരൊറ്റ നനവ് ഉണ്ടെങ്കിൽ തന്നെ അത് മതി. പക്ഷെ ഏറ്റവും മുസ്തഹബായിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞത് 3 പ്രാവശ്യം അത് ആരംഭിക്കുക എന്നാണ്. ഇഗ്സിലുഹ സലാസൻ ഔ ഖംസൻ ഔ സബ്അൻ, ഒറ്റയിൽ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 പ്രാവശ്യം കഴുകുക. അപ്പം അങ്ങനെ 3 പ്രാവശ്യം കഴുകിയിട്ടും നജസ്സുകൾ വല്ലതും പുറത്തു വരുന്നുണ്ടെങ്കിൽ പിന്നെയും കഴുകുക. അങ്ങനെ 3 5 7 എത്രയാണോ ആവശ്യമുള്ളത്, ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാകും, അതിനനുസരിച്ച് കഴുകുക എന്നാണ്. ഈ കഴുകുന്ന സമയത്തൊക്കെ സോപ്പ് പോലത്തെ വല്ലതും എല്ലാ വെള്ളത്തിലും ഉപയോഗിക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് സോപ്പിൻ്റെ പദം ഒഴിവാക്കാൻ വേണ്ടി അവസാനം ഒരു വെള്ളം ഉപയോഗിക്കാം. പിന്നീട് അവസാനമായി കഴുകുന്നത്, അവസാനത്തെ കഴുകൽ അത് കാഫൂർ കൊണ്ട്, കർപ്പൂരം കലർത്തിയിട്ടുള്ള വെള്ളമാക്കുക എന്നുള്ളത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിട്ടുണ്ട് അവസാനത്തേത് കർപ്പൂരമാക്കുക എന്ന് ആ ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 3 പ്രാവശ്യം കഴുകുന്നുള്ളൂ എങ്കിൽ, കുളിപ്പിക്കുന്നുള്ളൂ എങ്കിൽ 3ാമത്തെ പ്രാവശ്യം കർപ്പൂരം. അപ്പം അത് നേരെ ആദ്യം തന്നെ ബക്കറ്റിൽ കർപ്പൂരമൊക്കെ കലർത്തിയൊരു വെള്ളം മാറ്റി വെക്കണം. ഇത് കുളി കഴിഞ്ഞാൽ അവസാനത്തിലേക്ക് എന്ത് ചെയ്യുക, അപ്പോൾ ആ വെള്ളം തയ്യാറായിട്ടുണ്ടാകും, അത് ഉപയോഗിച്ച് കുളിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കർപ്പൂരം ഉപയോഗിച്ച വെള്ളം ഉപയോഗിക്കുന്നതിൽ 2 ഫായതകൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്ന്, കർപ്പൂരം നല്ലൊരു സുഗന്ധമാണ്. കർപ്പൂരം നല്ലൊരു സുഗന്ധമാണ്. എന്നാൽ ഇത് ആർക്കും ഉപയോഗിക്കാൻ പാടില്ല. ഇത് തൽബിയത്ത്, ഇത് ഹാജിമാരായ ആളുകൾ മരണപ്പെട്ടാൽ അവർക്ക് സുഗന്ധമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഹാജിമാർക്ക് സുഗന്ധങ്ങൾ പാടില്ല. അത് നമ്മൾ അതിനുശേഷം തക്ഫീന് ചെയ്യുന്ന സമയത്ത് അഥവാ കഫൻ പുടവ ധരിപ്പിക്കുന്ന സമയത്തൊക്കെ സുഗന്ധം ഉപയോഗിക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്ക്. അപ്പോൾ ഹാജിമാർക്ക് അത് പാടില്ല. അപ്പോൾ സുഗന്ധം ഉണ്ടാക്കുന്ന കാര്യമാണ്. രണ്ടാമത്തേത്, കർപ്പൂരത്തിൻ്റെ ഉപയോഗം അത് ശരീരത്തിന് നല്ലൊരു ബലം ഉണ്ടാക്കുന്ന രൂപത്തിൽ, നല്ല ശരീരത്തിനൊരു ബലം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കർപ്പൂരത്തിന് ആ രൂപത്തിൽ ഫായിദയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. പിന്നീട് സഹോദരങ്ങളെ, ആ രൂപത്തിൽ വൃത്തിയായി കുളിപ്പിച്ചു കഴിഞ്ഞാൽ മയ്യത്തിനെ നല്ല കോട്ടൺ തുണിയോ മറ്റോ ഒക്കെ ഉപയോഗിച്ച് തുടച്ചു കൊടുക്കുക എന്നുള്ളതും സുന്നത്തായിട്ടുള്ള കാര്യമാണ്.
തുടച്ചു കൊടുക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. ജനാബത്ത് കുളിക്ക് ശേഷവും അങ്ങനെ ഒരാൾക്ക് ചെയ്യാം. അതേപോലെ തന്നെ മയ്യിത്തിൻ്റെ കാര്യത്തിലും എന്ത് ചെയ്യുക, അത് തുടച്ചു കൊടുക്കുക എന്നുള്ളത് സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിനിടയിൽ ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കഠിനമായ ചൂടുള്ളതോ അങ്ങനെയുള്ള വെള്ളമൊക്കെ വെച്ച് ഉപയോഗിച്ച് കുളിക്കുക എന്നുള്ളത് കറാഹത്താണ് എന്നാണ്. ചിലർ പറയുന്നത് അങ്ങനെ തിളപ്പിച്ച വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞ ഒരു ഉസ്താദ്മാരൊക്കെ പറയാം. യാതൊരു തെളിവില്ല, യാതൊരു തെളിവും അതിനില്ല. സാധാരണ വെള്ളം മതി, പച്ച വെള്ളം മതി. അവർ പറയുന്നത് തണുപ്പിച്ച വെള്ളവും ആവശ്യമില്ല, സാധാരണ വെള്ളം കിണറിൽ നിന്നൊക്കെ വലിച്ചാൽ കിട്ടുന്ന സാധാരണ വെള്ളം അത് മതിയായതാണ്. അതേപോലെ ഒരുപാടില്ലാത്ത കാര്യങ്ങൾ ആളുകൾ പ്രയാസപ്പെടുത്തും. മയ്യിത്തിനെ കുളിപ്പിച്ച വെള്ളം അത് സാധാരണ ഓടയിലേക്ക് കൂടി പോകാൻ പാടില്ല, എന്നിട്ട് ബാത്റൂമിൽ പ്രത്യേക പൊളിയൊക്കെ ഉണ്ടാക്കിപ്പിക്കും, അങ്ങനെ പ്രയാസപ്പെടുത്തും. അതിന് യാതൊരു ആവശ്യമില്ല, അങ്ങനെ ഒരു തെളിവുമില്ല. മയ്യിത്തിനെ കുളിപ്പിച്ച വെള്ളം സാധാരണ ഓടയിലൊന്നും പോകാൻ പാടില്ല എന്ന് എവിടെയും വന്നിട്ടില്ല. അങ്ങനെ പറയുന്നവരാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ സഹോദരങ്ങളെ, അങ്ങനെയൊന്നുമില്ല. അവിടെയൊക്കെ എളുപ്പം തന്നെയാണ് ദീനിലുള്ള നിയമങ്ങൾ. അപ്പോൾ അങ്ങനെ കഠിനമായ ചൂടുള്ള വെള്ളമൊന്നും ആവശ്യമില്ല. അങ്ങനെ സാധാരണ കുളിപ്പിക്കാൻ ആവശ്യമുള്ള വെള്ളം അത് തന്നെ മതിയായതാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ചില നാട്ടിൽ കടുത്ത തണുപ്പുള്ള സമയത്തൊക്കെ അവിടെ ഉലമാക്കൾ പറയുന്നുണ്ട്, അഥവാ കുളിപ്പിക്കുന്ന ആൾക്കുള്ള പ്രയാസം കാരണത്താൽ, അല്ലെ വളരെ തണുപ്പുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടാകും, ഐസ് വെള്ളമൊക്കെ വരുന്നിടത്ത്. അപ്പോൾ അവർക്ക് സാധാരണഗതിയിൽ ഉളു എടുക്കുമ്പോൾ തന്നെ പ്രയാസമുള്ളൊരു വിഷയമാണ്. അത്തരം ഘട്ടങ്ങളിൽ ആ തണുപ്പ് മാറ്റാൻ വേണ്ടി ചെറിയ ചൂടാക്കുക, അത് തിരക്കേടില്ല എന്ന് ഉലമാക്കൾ പറയുന്നുണ്ട്. അതല്ലാത്ത ഒരു പ്രത്യേക ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുക അങ്ങനെ സുന്നത്ത് ആയിട്ട് വന്നിട്ടില്ല എന്നുള്ളത് സഹോദരങ്ങളെ പറയാം. ഇനി രണ്ട് വിഭാഗം ആളുകൾ കുളിപ്പിക്കേണ്ടതില്ല. ഒന്ന്, യുദ്ധഭൂമിയിൽ മരിക്കുന്ന ഷഹീദാണ്. ഷഹീദുകൾ പലതരത്തിലുണ്ട്. ഒരാൾ മുങ്ങി മരിച്ചാൽ ഷഹീദാണ്, കെട്ടിടം തകർന്ന് മരിച്ചാൽ ഷഹീദാണ്, ഉദര രോഗം ബാധിച്ച് മരിച്ചവർ ഷഹീദാണ്. ഒരുപാട് ഷഹീദുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഏറ്റവും വലിയ പദവിയുള്ളത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി യുദ്ധഭൂമിയിൽ മരണപ്പെടുന്ന ഷഹീദാണ്. അങ്ങനെ മരിച്ച ഒരു ഷഹീദിന് എന്തില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിപ്പിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ഉഹുദിലൊക്കെ നമുക്ക് അത് കാണാൻ സാധിക്കും. അവരെ ആ രക്തത്തോടു കൂടി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുള്ളത്, അവരെ മറമാടിയിട്ടുള്ളത് എന്ന് കാണാം. അപ്പോൾ അവരെ കുളിപ്പിക്കേണ്ടതില്ല. അതേപോലെ 4 മാസത്തിന് താഴെ മാത്രം പ്രായത്തിൽ കുട്ടി നഷ്ടപ്പെട്ട് മരിച്ചുപോയാൽ അങ്ങനെയുള്ള കുട്ടി ഉണ്ടാകും. അപ്പോൾ 1 മാസം കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഗർഭസ്ഥ ശിശു പുറത്തേക്ക് വരും. 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് അത് റൂഹൂതപ്പെടുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ മരണപ്പെട്ടാൽ അതിനെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ റൂഹൂതപ്പെട്ടതിന് ശേഷമാണെങ്കിൽ അതിനെ കുളിപ്പിക്കണം, കഫം പൊടുകയും സാധാരണ എല്ലാ രൂപത്തിൽ മറമാടേണ്ട രൂപമൊക്കെ അതിന് ഉണ്ട് എന്നുള്ളതും കാണാം. ഈ 2 ആളുകൾക്ക് സഹോദരങ്ങളെ അടിസ്ഥാനപരമായി കുളിപ്പിക്കേണ്ടതില്ല. പിന്നീട് അതിനോട് ഖിയാസ് ചെയ്ത് പണ്ഡിതന്മാർ പറയാണ്, ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ സാംക്രമിക രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ആ കുളിപ്പിക്കുന്ന ആളുകൾക്ക് കൂടി രോഗം പകരും. ഇപ്പോൾ വലിയ വസൂരിയൊക്കെ പോലത്തെ രോഗം, അങ്ങനെയൊക്കെ പല രോഗങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലും അത്തരം സാഹചര്യങ്ങൾ കുളിപ്പിക്കുക എന്നുള്ളത് ഒരാൾക്ക് ഒഴിവാക്കാവുന്നതാണ്. കാരണം അത്ര വലിയൊരു മസ്ലഹത്തുള്ളതാണ്. അതല്ലെങ്കിൽ ശരീരം കത്തി അളിഞ്ഞ് ആ രൂപത്തിലൊക്കെ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ രൂപത്തിലുള്ള ആ മുസീബത്തും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിലും കുളിപ്പിച്ച് കഴിഞ്ഞാൽ ശരീരഭാഗങ്ങൾ അടർന്നു പോകുമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ അപ്പോഴും കുളിപ്പിക്കേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. കുളിപ്പിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ കുളി ഒഴിവാക്കാവുന്നതാണ്. ഈ പറയുന്ന സാഹചര്യങ്ങളിൽ ഏതെങ്കിലും തയമ്മും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അവിടെ തയമ്മും ചെയ്തു കൊടുക്കണം എന്നാണ്. ഒരാൾ കുളിപ്പിക്കാൻ പറ്റാത്ത, നമ്മൾ നേരത്തെ പറഞ്ഞു, ശരീരത്തിന് അങ്ങനെ വലിയ വ്രണങ്ങളോ അതല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കത്തിയത് കൊണ്ടോ മറ്റോ ഒക്കെ, പൊള്ളലേറ്റത് കൊണ്ടോ മറ്റോ ഒക്കെ ഉള്ളതാണ്. വെള്ളം ഉപയോഗിച്ചാൽ അത് കൂടുതൽ ഉപദ്രവകരമാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കാണുകയാണെങ്കിൽ അവിടെ പകരമായിട്ട് തയമ്മും ചെയ്തു കൊടുക്കാവുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ അവിടെ തയമ്മും ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നു, തയമ്മും രണ്ടാലൊരു രൂപത്തിൽ ചെയ്യാം. നമുക്കറിയാം, ജീവിച്ചിരിക്കുന്ന ആളുകൾ തയമ്മും ചെയ്യുന്ന രൂപം എങ്ങനെയാണ്, നിയത്തോടുകൂടി ശുദ്ധമായ മണ്ണിലേക്ക് 2 കൈകളും അടിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഒരുപാട് പൊടിയുണ്ടെങ്കിൽ അത് ഊതിക്കളയാം. അതിനുശേഷം എന്ത് ചെയ്യുക, ആദ്യം മുഖം തടവുക, വലത് കൈ കൊണ്ട് ഇടത് കൈയുടെ മുകളിൽ തടവുക, ഇടത് കൈ കൊണ്ട് വലത് കൈയുടെ മുകളിൽ തടവുക. ഇതാണ് തയമ്മും എന്ന് പറയുന്നത്. ഇത് കുളിക്ക് പകരമാകും. അതേപോലെ വലിയ ശുദ്ധിയുള്ള ആളുകൾക്ക്, ചെറിയ ശുദ്ധിയുള്ള ആളുകൾക്ക് വുളൂവിന് പകരമാകും, വലിയ ശുദ്ധിയുള്ള ആളുകൾക്ക് കുളിക്കും പകരമാകും. എന്നാൽ മരിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അത് ചെയ്തു കൊടുക്കേണ്ടത്? മരിച്ച വ്യക്തിയുടെ കൈ കൊണ്ട് അടുപ്പിക്കേണ്ടതില്ല. മറിച്ച് ആരാണോ ആ പ്രവൃത്തി കുളിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറായിട്ടുള്ളത്, അയാൾ എന്തു ചെയ്യുക, അയാളുടെ 2 കൈയും അടിക്കുക എന്നുള്ളതാണ് മയ്യത്തിന് വേണ്ടി. മയ്യത്തിനെ കുളിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതേപോലെ തന്നെയാണ് തയമ്മും ചെയ്തു കൊടുക്കേണ്ടത്. ആ ആൾ നീയത്തോടുകൂടി എന്ത് ചെയ്യുക, ഭൂമിയിലേക്ക് അടിക്കുക. ശേഷം ഈ 2 കൈകൾ കൊണ്ട് മുഖം എന്ത് ചെയ്തു കൊടുക്കുക, നമ്മൾ സാധാരണ കുളിപ്പിക്കുന്ന രൂപത്തിൽ മുഖം തടവി കൊടുക്കുക. പിന്നീട് കൈ തടവി കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഉള്ളം കൈയും പുറം കൈയും തടവണം. കാരണം എന്താണ്,
മറ്റേത് ജീവിക്കുന്ന ആൾ നമ്മൾ സ്വന്തമായിട്ട് തയമം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉള്ളം കൈ മണ്ണിൽ അടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് ഉള്ളം കൈ തടവേണ്ട എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പുറം കൈ മാത്രമേ തടവേണ്ടതുള്ളൂ. കാരണം ഉള്ളം കൈ ഓൾറെഡി നമ്മൾ അടിച്ചിട്ടുണ്ട്. എന്നാൽ മരിച്ച വ്യക്തിയുടെ അങ്ങനെയല്ല, നമ്മളാണ് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖം തടവി കൊടുത്തതിന് ശേഷം വലത് കൈ കൊണ്ട് ഇടത് കൈയുടെ ഉള്ളും പുറവും തടവണം, ഇടത് കൈ കൊണ്ട് വലത് കൈയുടെ ഉള്ളും പുറവും തടവി കൊടുക്കണം എന്ന് മനസ്സിലാക്കുക. ഇതൊരു രൂപമാണ്. ഇതല്ലെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള മറ്റൊരു രൂപമാണ്, അല്ല തുണിയോ മറ്റോ ഒക്കെ എടുത്തുകൊണ്ട് ആ തുണി മണ്ണിലേക്ക് ഇതേപോലെ അടിക്കുക, എന്നിട്ട് ആ തുണി കൊണ്ട് മുഖവും കൈയും തുടച്ചു കൊടുത്താലും അങ്ങനെയും മതിയാകുന്നതാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സഹോദരങ്ങളെ കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇനി നമുക്ക് കഫംപുടവ് ധരിപ്പിക്കുന്ന വിഷയമാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കേണ്ടത്. കുളിപ്പിക്കുന്ന 1-2 വിഷയങ്ങൾ കൂടി പറയാം. കുളിപ്പിക്കേണ്ടത് പൊതുവിൽ പുരുഷന്മാരും സ്ത്രീകളും തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഒരു ഭർത്താവിൻ്റെ മയ്യിത്ത് ഭാര്യയ്ക്ക് കുളിപ്പിക്കാൻ അനുവാദമുണ്ട്. അതേപോലെ തന്നെ ഭാര്യയുടെ മയ്യിത്ത് ഭർത്താവിന് കുളിപ്പിക്കാനും അനുവാദമുണ്ട്. അതേപോലെ തന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ ആ ആൺകുട്ടികളെ ഉമ്മക്കും കുളിപ്പിക്കാവുന്നതാണ്. ഇനി പെൺകുട്ടികൾ ചെറുതാണെങ്കിൽ ആ പെൺകുട്ടിയെ ഉപ്പക്കും കുളിപ്പിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ പൊതുവിൽ പുരുഷന്മാരാണ് കുളിപ്പിക്കേണ്ടത്, സ്ത്രീകളാണ് കുളിപ്പിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ സഹോദരങ്ങളെ, ഈ സമയത്തൊക്കെ നമ്മൾ ഇത് കുളിപ്പിച്ചതിന് ശേഷം പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, കുളിപ്പിച്ച വ്യക്തി എന്ത് ചെയ്യേണ്ടതുണ്ട്, അയാളും കുളിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മുസ്തഹബാണ് എന്നാണ് പറയുന്നത്. വേറെ ചിലർ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, അയാൾ വുളു എടുത്താൽ മതി എന്നാണ്. അയാൾക്കൊരു വുളു ഉണ്ടാവുകയില്ല, അത് വുളു എടുത്താൽ മതി എന്നും അഭിപ്രായം ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മയ്യത്തിൻ്റെ നഖം വെട്ടേണ്ടതുണ്ടോ, അതേപോലെ തന്നെ മീശ വെട്ടേണ്ടതുണ്ടോ, ഗുഹ്യഭാഗത്തോ അല്ലെങ്കിൽ കക്ഷരോമങ്ങളോ വടിക്കേണ്ടതുണ്ടോ, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു മയ്യത്തിൻ്റെ നഖം വെട്ടുക അതേപോലെ തന്നെ മീശ വെട്ടുക എന്നുള്ളത് അത് കറാഹത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ വേറെ ചില ഉലമാക്കൾ അത് അനുവദനീയമാണ്, നല്ലതാണ്, വൃത്തിയുടെ ഭാഗത്തിൽ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഗുഹ്യഭാഗത്തെ രോമമോ കക്ഷഭാഗത്തെ രോമമോ ഇത് ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അഥവാ ചെയ്യുകയാണെങ്കിൽ ഉലമാക്കളുടെ അഭിപ്രായപ്പെട്ടത് അത് നഖം വെട്ടിക്കൊടുക്കാം, അത് ആ രൂപത്തിൽ ചെളിയോ മറ്റോ ഉണ്ട് എങ്കിൽ. അതേപോലെ മീശ ഒരുപാട് വളർന്നിട്ടുണ്ടെങ്കിൽ മീശ വെട്ടിക്കൊടുക്കാം, ഇത് ചെയ്യേണ്ടതാണ്. ഒരു പുരുഷൻ്റെ താടി ഒരിക്കലും അത് വെട്ടിക്കൊടുക്കാൻ പാടില്ല. താടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ തന്നെ ജീവിതകാലത്ത് തന്നെ നീട്ടി വളർത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. അതേപോലെ മുഹരിമിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതൊന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മയ്യത്ത് അത് ഇഹ്റാമിലാണ് ഉള്ളത് എങ്കിൽ കുളി സാധാരണ പോലെ തന്നെയാണ് കുളിയൊക്കെ, പക്ഷേ സുഗന്ധമുണ്ടാകുന്ന കാര്യങ്ങൾ അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയുമാണ് ഇൻഷാ അല്ലാഹ് കുളിപ്പിക്കുന്ന വിഷയമായി പറയാനുള്ളത്. അടുത്ത തക്ഫീനുൽ മയ്യിത്ത് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.